മറ്റൊരു ും രക്ഷയില്ലെന്ന് എന്തുകൊണ്ട് പത്രോസ് പറഞ്ഞു? സത്യമാണോ അതോ നമ്മളെ കളിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണോ? ഹല്ലേലൂയ. അത് നേരെ തന്നെയാണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് നിങ്ങളുടെ മുമ്പാകുന്ന പ്രസന്റ് ചെയ്യാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ചേർന്ന കരമെല്ലാം ഉയർത്തി ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്തുതിക്കാം. ഈ രാത്രിയിൽ ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നവരുടെ മേൽ നിറയ്ക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയുമായി ദൈവത്തിന്റെ ദൂതന്മാരും ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഒരു സാധാരണ നിലയിൽ ഇന്ന് രാത്രി യോഗം വൈൻഡപ്പ് ചെയ്യാതെ അസാധാരണമായ ആത്മമണ്ഡലത്തിൽ യോഗം വൈൻഡപ്പ് ചെയ്യാൻ എന്റെ ദൈവത്തിന് പദ്ധതികളുണ്ട്. ഒരിക്കൽ കൂടെ ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഒന്നുകൂടെ ഹല്ലേലൂയ പറയാം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകളുടെ പിന്നിൽ പശ്ചാത്തലം നിങ്ങളുടെ മുമ്പാകെ ഞാനൊന്ന് പ്രസന്റ് ചെയ്യാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് നടന്നിട്ട് സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളും താൻ ജീവിച്ചിരിക്കുന്നു എന്ന വസ്തുതയും ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുത്തു. 40 ദിവസം. എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് നേരെ യെരുശലേമിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുന്നത് വരെ നിങ്ങൾ ഈ പട്ടണം വിട്ട് പോകരുത്. ഈ പട്ടണം വിട്ട് പോകരുത്. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരും, അതുവരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം. പല വാക്കുകൾ ശിഷ്യന്മാര് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിലും ആ വാക്ക് അവർ അനുസരണക്കേട് കാണിച്ചില്ല. ആ വാക്കിൽ യേശു പറഞ്ഞതുപോലെ അവരവിടെ കേട്ടിരുന്നു. സ്തോത്രം. 120 പേര് യേശു പറഞ്ഞ പിതാവിൻ്റെ വാഗ്ദത്തം വരുന്നത് വരെ 120 പേർ ഒരു മാളിക മുറിക്കകത്ത് കയറി പാർത്ത് കാത്തിരുന്നു. സ്തോത്രം. ആ കാത്തിരുന്നവരുടെ മേൽ യേശു പറഞ്ഞ പിതാവിൻ്റെ വാഗ്ദത്തം ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് ആ മുറിക്കകത്തോട്ട് വന്നപ്പോൾ 120 പേരുണ്ടായിരുന്നു. 120 പേരുടെ മേലും പരിശുദ്ധാത്മാവ് തൊട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ദൈവ സാന്നിധ്യം ഒരു സ്ഥലത്ത് ഇറങ്ങി വന്നാൽ ആഗ്രഹിക്കുന്ന ഒരൊറ്റ മനുഷ്യനെ പോലും തൊടാതെ ദൈവ സാന്നിധ്യം വിട്ടുപോകത്തില്ല. മനസ്സിലായവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ മുറിക്കകത്തോട്ട് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ 120 പേരുടെ മേലും ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആ അന്ന് ഇറങ്ങി വന്ന ആത്മസാന്നിധ്യത്തിന്റെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ 16-ലധികം ഭാഷക്കാര് ഉത്സവത്തിന് അപ്പുറത്ത് വന്നു. ഉത്സവത്തിന്റെ തിരക്ക് ചെറിയ തിരക്കല്ല. വിൽപ്പനയുടെ തിരക്കുണ്ട്, വാങ്ങലുകളുടെ തിരക്കുണ്ട്, വിലപേശലിന്റെ തിരക്കുണ്ട്, അസാധാരണമായ തിരക്കുകളും ശബ്ദങ്ങളും ഉത്സവത്തിനുണ്ട്. പക്ഷേ ജനലക്ഷങ്ങൾ കൂടി വന്ന് ഉത്സവത്തിന് വരുന്നവർക്ക് ഉത്സവം ഏകാഗ്രതയോടെ കോൺസെൻട്രേഷനോടെ ഉത്സവം കൂടാൻ കഴിയാത്ത അത്ര വലിയ ശബ്ദം 120 പേരുടെ മേൽ നിന്ന് വന്നു. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മാളിക മുറിയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിൽ 120 പേർ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉത്സവത്തിന് വന്നവർക്ക് കോൺസെൻട്രേഷൻ പോയി. എന്ന് പറഞ്ഞാൽ അവിടെ ഉളവായ ശബ്ദത്തെക്കാൾ ശക്തിയായിരുന്നു 120 പേരുടെ മേൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ആത്മസാന്നിധ്യമാ നിന്റെ ദേഹത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത മറ്റൊരു മേഖല നിങ്ങൾ കൂടെ തുറന്നെടുക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഒരിക്കൽ കൂടെ ഒരു ഹല്ലേലൂയ പറയാം. 120 പേർ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചപ്പോൾ ഉത്സവത്തിന് വന്ന ആൾക്കാരുടെ കോൺസെൻട്രേഷൻ പോയി. അവർ ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? എന്തുവാണ് ഈ ശബ്ദം? അവർ പറഞ്ഞു, ആരോ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച 120 പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആൾക്കാരെല്ലാം കൂടി നിന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പത്രോസ് 11 പേരുടെ കൂടെ നിന്നിട്ട് ഒന്ന് എഴുന്നേറ്റു. എന്നിട്ടൊരു പ്രസംഗം പ്രസംഗിച്ചു. ഇങ്ങോട്ട് നോക്കണേ, എന്നോട് വരണേ. ഒരു പ്രസംഗം പ്രസംഗിച്ചു. അതാണ് പത്രോസിന്റെ പ്രഥമ പ്രസംഗം. നിങ്ങൾക്കറിയാമോ, ആ ഒരൊറ്റ പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ട് ആലയത്തിലോട്ട് കയറി. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് അവരുടെ അകത്ത് കുത്തി. പരിശുദ്ധാത്മാവിന്റെ കുത്തു കൊണ്ടപ്പോൾ അവർ ഗുണപ്പെട്ടു. അർത്ഥം എന്നറിയാമോ? പ്രസംഗകന്റെ വാക്ചാതുര്യം കൊണ്ടോ പ്രസംഗകന്റെ ഭാഷാലാവണ്യം കൊണ്ടോ അല്ല ജനം വിടുവിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളും രാത്രിയുണ്ട്. ഓ ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. ഇങ്ങോട്ട് നോക്കൂ, അതാണ് സഭയുടെ ബിഗിനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം പിറ്റേ ദിവസം അവർ 9-ാം മണി നേരത്ത് പ്രാർത്ഥനാ സ്ഥലത്ത് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. ഇങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു മുടന്തനായ മനുഷ്യൻ, 40-ലധികം പ്രായമുള്ള മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഭിക്ഷ യാചിപ്പാനായിട്ട് അവിടെ കൊണ്ടിരുത്തുമാറുണ്ട്. നിങ്ങൾ എന്നോട് പറയണേ, ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഇയാളെ കൊണ്ടിരുത്തുമാറുണ്ട്. ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെരുശലേമിലാണ്. ഇങ്ങോട്ട് നോക്കൂ, യെരുശലേമിലാണ്.
ഈ യെരൂശലേമിൽ കൂടെ യേശു പലവട്ടം പോയതാ. യെരൂശലേമിലെ പല രോഗികളെ യേശു സൗഖ്യമാക്കിയിട്ടുണ്ട്. ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന് ഈ പുള്ളിക്കാരനെ യേശു കണ്ടില്ലേ? ഹല്ലേലൂയ. ഒത്തിരി മുടന്തന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. മാസ് വിടുതൽ സ്വർഗം ചെയ്തിട്ടുണ്ട്. ഒത്തിരി രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ 40-ലധികം പ്രായമുള്ള ഈ മനുഷ്യൻ ദേവാലയത്തിന്റെ ഗോപുരത്തിൽ ഇരിക്കുന്ന കാര്യം യേശു കണ്ടില്ലേ എന്നാ എന്റെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലായത് കാണാൻ സാധ്യതയില്ല. കാരണം ഇയാളെ കൊണ്ടുവെക്കുക, ഇരുത്തുമാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലഭിക്കുന്നതിനകത്ത് നിന്ന് ഇരുത്തുന്നവർക്കൊരു ലാഭമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് യേശുവിന്റെ കൺമുമ്പിൽ എങ്ങാനും ഇവൻ പെട്ടാൽ ഇയാൾക്ക് സൗഖ്യം വന്നാൽ പിന്നെ ലാഭം പോകുമെന്ന് ഓർത്ത് യേശു അതിനെ വരുമ്പോൾ ഇയാളെ ഇവരെടുത്തോണ്ട് ഇപ്പുറത്തോട്ട് ചെല്ലും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ഇതിലെ വരുമ്പോൾ ഇയാളെ എടുത്തോണ്ട് ഇപ്പുറത്തോട്ട് വരും. കാരണം ഇത്രേ ഉള്ളൂ, കണ്ടുപോയാൽ ലാഭം പോക്കാം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. അയാൾ അവിടെ ഇരുത്താറുണ്ട്. അന്ന് പത്രോസും യോഹന്നാനും കൂടെ ആ വഴിക്ക് പോയപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേലും ഒന്ന് തരണം എന്ന് പറഞ്ഞാൽ ഇരുത്തുന്നവരുടെ മനസ്സിനകത്തൊരു ചിന്ത വന്നു, ശല്യക്കാരൻ യേശു പോയി കഴിഞ്ഞു, ഇനി സൗഖ്യമാക്കാനുള്ള അധികാരമുള്ള ആരുമില്ല. പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു യേശുവിന്റെ മേൽ പകർന്ന് അതേ ആത്മാവോടെ സഞ്ചരിക്കുന്ന മറ്റ് അഭിഷക്തന്മാരുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നുണ്ട്? പത്രോസ് യോഹന്നാനോട് പോകുന്ന വഴിക്ക് അയാൾ ചോദിച്ചു, എന്തേലും ഒന്ന് തരാമോ എന്ന്. ഇങ്ങോട്ട് നോക്കണേ, എന്നോട് ഉണ്ടോ നിങ്ങൾ? പത്രോസ് യോഹന്നാനോട് യോഗത്തിന് പോകുമ്പോൾ അയാൾ ചോദിച്ചു, എന്തേലും ഒന്ന് തരാമോ എന്ന്. ഇങ്ങോട്ട് നോക്കേ, ആ ഒറ്റ ചോദ്യം ഉണ്ടല്ലോ, അയാളുടെ ചരിത്രം മാറി. രക്തത്താൽ ജയം. ഓ, മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം അന്ന് രാത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തെങ്കിലും ഒന്ന് തരാമോ, എനിക്ക് എന്തേലും ഒന്ന് തരാമോ. അത് ചോദിക്കാൻ ഒരു സെക്കൻഡ് മതിയായിരുന്നു. ആ എന്തേലും ഒന്ന് തരാമോ എന്ന് ചോദിച്ച ആ ഒരു സെക്കൻഡ് കൊണ്ട് 40 കൊല്ലമായി ഭിക്ഷ യാചിച്ചവന്റെ ചരിത്രം ദൈവം മാറ്റിയെങ്കിൽ ഈ രാത്രി ഒരു ദൂത് ഞാൻ പറയാം, ദൈവപ്രവർത്തിക്ക് ഒത്തിരി സമയത്തിന്റെ ആവശ്യമില്ല, ദൈവപ്രവർത്തിക്ക് മണിക്കൂറിന്റെ ആവശ്യമില്ല. ഈ മിനിറ്റിങ്ങിൽ എവിടെയെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ നിന്റെ അകത്തൊരു ദൈവ സാന്നിധ്യം പാഞ്ഞിറങ്ങിയാൽ ഇതിനകത്ത് വന്നതുപോലെ ആയിരിക്കില്ല. നീ എഴുന്നേറ്റ് പോകുന്നത് നിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഇതിനകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കാരാമടിച്ച് അതരങ്ങളെ തുറന്ന് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നും ഞാൻ പറയാം, ഈ രാത്രിയിലെ യോഗം സാധാരണഗതിയിൽ വൈൻഡപ്പ് ചെയ്യാൻ എന്റെ ദൈവം സമ്മതിക്കുന്നില്ല. ആരെയൊക്കെയോ തൊടാൻ ഇന്ന് രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ചരിത്രം ചേഞ്ച് ചെയ്യുന്ന രാത്രിയാണ്, നിന്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. നിന്റെ ശുശ്രൂഷ ചേഞ്ച് ചെയ്യുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒരിക്കൽ കൂടെ കാരാമടിച്ചാതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. Praise the Lord. ആ മനുഷ്യൻ ചോദിച്ചു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ആ മനുഷ്യൻ ചോദിച്ചു, എന്തേലും ഞങ്ങൾക്കൊന്ന് തരാമോ. അവൻ രക്ഷപ്പെട്ടു പാസ്റ്ററെ, അവൻ ചോദിച്ചല്ലോ. ഹല്ലേലൂയ. എന്തേലും തരാമോ? ശ്രോത്ര അവനോർത്തു ഈ ചോദ്യം അവിടെ പോയ ആൾക്കാരോട് മൊത്തം 40 കൊല്ലം കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു കാശ് മാത്രമേ അവൻ പ്രതീക്ഷിച്ചുള്ളൂ. പത്രോസ് പറഞ്ഞു, നീ ചോദിക്കുന്ന സാധനം എൻ്റെ കയ്യിലില്ല. ഇല്ലാഞ്ഞിട്ടല്ല, വേണേ കൊടുക്കാം. കാരണം 2-ാം അധ്യായത്തിന്റെ സമാപന ഭാഗത്ത് അപ്പോസ്തലന്മാർ ശിഷ്യന്മാരൊക്കെ വസ്തുവക വിറ്റ് ആലയത്തിൽ കൊണ്ട് വെച്ചു എന്നൊരു വാക്യമുണ്ട്. വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ പത്രോസ് പറയാണ്, അത് ഞാൻ തരത്തില്ല. കാരണം എന്നാ, അത് തന്ന നാളെയും നീ ഇവിടെ തന്നെ കാണും. എന്തേലും തരണേ. മനസ്സിലാക്കുന്നുണ്ടോ? നീ ചിന്തിക്കുന്ന സാധനം ഞാൻ നിനക്ക് തന്നാൽ നീ നാളെയും ഇവിടെ കാണും. പക്ഷെ എനിക്ക് തരാൻ ഒരു സാധനമുണ്ട്. അത് നിന്നെ പിന്നെയും ഭിക്ഷക്കാരനാക്കുന്നതല്ല, നിന്നെ ചരിത്രം മാറ്റുന്നതാണ്. ഇന്നലെ വരെ ഫോളോ ചെയ്ത റൂട്ടിൽ ഫോളോ ചെയ്യാനാണെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ഇവിടെ ഇരിക്കണ്ട. ഇന്നലെ വരെ ഫോളോ ചെയ്ത റൂട്ടിൽ നിന്നും നിന്നെ വ്യത്യസ്തമാക്കി കളയാൻ, നിന്നെ വ്യത്യസ്തനാക്കി കളയാൻ ഈ രാത്രി സ്വർഗത്തിന്റെ തേജസ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ കരമുയർത്തി ശക്തിയോടെ ആമേൻ. പത്രോസ് പറഞ്ഞു, നീ ചോദിക്കുന്ന സാധനം തരാൻ എൻ്റെ കയ്യിലില്ല. വേണേ തരാം, പക്ഷെ പ്രശ്നമുണ്ട്. ഞാൻ അത് തന്നാൽ നാളെയും നീ ഇവിടെ തന്നെ കാണും. എന്തെങ്കിലും തരണേ. എന്നാൽ ആ പരിപാടി വേണ്ട. പിന്നെ എൻ്റെ കയ്യിലൊരു സംഭവം ഉണ്ട്. അത് യേശുവിൻ്റെ നാമമാണ്. എഴുന്നേക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റു. എഴുന്നേക്കുക മാത്രമല്ല, ചാടി തുള്ളി കർത്താവിനെ സ്തുതിക്കുക. എന്നാന്നറിയാമോ? കാലില്ലാത്തവര് കാല് കിട്ടിയാൽ ചാടാൻ പറയേണ്ട കാര്യമുണ്ടോ?
40 കൊല്ലം കൊണ്ട് ആൾക്കാർ യോഗത്തിന് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ പോക്ക് കണ്ട് എന്തെങ്കിലും എനിക്കൊന്ന് പോകാൻ പറ്റുമോ, ഇവിടെ കൊണ്ട് എൻ്റെ ലൈഫ് തീരുവാണോ എന്ന് ചിന്തിച്ചിരുന്നവന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാല് വന്നു. ഓ സ്തോത്രം! അവൻ ചിന്തിക്കാത്ത സമയത്ത് അസ്ഥി വന്നു, അവൻ ചിന്തിക്കാത്ത സമയത്ത് ഞരമ്പുകൾ വന്നു, അവൻ ചിന്തിക്കാത്ത സമയത്ത് തൊക്കി കയറി വന്നു. കുതിക്കുക. ഹല്ലേലൂയ, ആമേൻ. കൈ വരണ്ടവന് കൈ കിട്ടിയാൽ ഗ്ലോറി പറയാൻ പറയണോ അച്ഛാ? കൈ വരണ്ടവന് കൈ കിട്ടിയാൽ അടിക്കച്ചാന്ന് പറയേണ്ട കാര്യമുണ്ടോ? അവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വല്ല ഉപകാരവും ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. പക്ഷേ അവനെ സൗഖ്യം കിട്ടിയപ്പോൾ തുള്ളിയും ചാടിയും നേരെ ആലയത്തിലോട്ട് കയറുക. എന്നോട് നിങ്ങൾ വരണേ. ആലയത്തിൽ കയറിയപ്പോൾ ആലയത്തിലുള്ള ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ. കാരണം ഇപ്പൊ അവർ കാശ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് പോയതേ ഉള്ളൂ. അവർക്കൊരു കൺഫ്യൂഷൻ, അവൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ പൈസ കൊടുത്തിട്ട് പോയത് അയാൾ തന്നെയാണോ? അവരെല്ലാം വന്നോ ഈ ലിസൺ ഇങ്ങോട്ട് അവരെല്ലാം വണ്ടടിച്ച് നോക്കുക. എടാ നീ അവൻ തന്നെയാണോ? അവൻ പറഞ്ഞു നോക്കണ്ട, ഞാൻ തന്നെയാ. അയ്യോ നീ ഇത്രയും കാലം എൻ്റെ കയ്യിൽ നിന്ന് കളിപ്പിച്ചില്ല, കാശ് മേടിച്ചു. അവൻ പറഞ്ഞു അല്ലല്ലേ, സംഭവം സത്യമായിരുന്നു. നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ വെള്ളിക്കാശോ പൊന്നാണയോ ഒക്കെ നിങ്ങൾ ഇട്ട് തന്നു. പക്ഷെ ഈ 2 മാസ്റ്റർമാരോട് ചോദിച്ചു വല്ലതും തരണേന്ന്. അവർക്കാകെ തരാനുള്ളത് യേശുവിൻ്റെ നാമമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് എഴുന്നേറ്റു. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് അഭിമാനകരമായിട്ടൊരു വാക്ക് പറയാനുണ്ട്. ഒറ്റ ചോദ്യത്തിൽ അവന്റെ ചരിത്രം മാറിയെങ്കിൽ, ഒറ്റ റിക്വസ്റ്റിൽ അവന്റെ ലെവല് മാറിയെങ്കിൽ, സെക്കൻഡ് കൊണ്ട് ചരിത്രം മാറ്റുമെന്ന് യേശു ചരിത്രം മാറ്റുമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര ദൈവമക്കൾ, എത്ര ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേഗം മുമ്പോട്ട് വരുന്നു. അവൻ ചോദിച്ചു, എന്തോ പറ്റിയതാ നിനക്ക്, എന്താ ഈ സൗഖ്യത്തിൻ്റെ കാരണം? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, എൻ്റെ സൗഖ്യത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവർ യോഗത്തിന് പോകുമായിരുന്നു. ഞാൻ ചോദിച്ചു എൻ്റെ ഒന്ന് തരാമോ എന്ന്. അവർ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം തരാം എന്ന് പറഞ്ഞ് അവരെന്നെ എഴുന്നേൽപ്പിച്ചു. ഇവരാ കാരണം. ഇങ്ങോട്ട് നോക്കിയേ, ഈ യോഗത്തിന് വന്ന ആൾക്കാരൊക്കെ നേരെ പത്രോസിൻ്റെ യോഹന്നാൻ്റെ അടുക്കിലോട്ട് ചെന്നു. അന്തം വിട്ട് നോക്കി നിൽക്കുക, ഇതാണോ? അപ്പം അവരോർത്ത് ഇവരുടെ കയ്യിലെ കോൺട്രിബ്യൂഷൻ ആണെന്ന്. എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, എന്നെ നിങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കണ്ട, അന്തിച്ച് നോക്കുകയും വേണ്ട. കാരണം ഇയാൾ സൗഖ്യമായത് എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, എൻ്റെ സംഭാവനയല്ല, ഞാൻ പോക്കറ്റിൽ നിന്ന് കൊടുത്ത കാര്യമല്ല. പിന്നെ നിങ്ങൾ ക്രൂശിച്ചില്ലയോ ഒരാളെ, ആ യേശുവിൻ്റെ നാമത്തിൽ അയാൾ സൗഖ്യമായത്. Praise the Lord. അവിടെ നിന്നൊരു കൊച്ചു പ്രസംഗം, ആ പ്രസംഗത്തിൽ 5000 പേര് ഗുണപ്പെട്ടു. ഹല്ലേലൂയ പറയാമോ നിങ്ങളെ? പാസ്റ്റർ, ഒന്നാമത്തെ പ്രസംഗത്തിൽ 3000 പേര് ഗുണപ്പെട്ടു, രണ്ടാമത്തെ പ്രസംഗത്തിൽ 5000 പേര് ഗുണപ്പെട്ടു, 8000 പേര് ആലയത്തിൽ കയറിയപ്പോൾ യഹൂദന്മാരാണെങ്കിൽ ഒരു ആപ്പ്, അവരുടെ ഇടയ്ക്ക് ഒരു അങ്കലാപ്പ്, അവരുടെ അകത്തൊരു ടെൻഷൻ. എന്നറിയാമോ? ആകെ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ എണ്ണിച്ചുടാനുള്ളതേ ഉള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ അവരാകെ ഉള്ളൂ. പത്രോസിനെ പോലെ 10 മാസ്റ്റർമാർ ഇറങ്ങി 10 പ്രസംഗം പ്രസംഗിച്ചാൽ 2 പ്രസംഗത്തിൽ 8000 പേര് കയറിയെങ്കിൽ 10 പ്രസംഗം പ്രസംഗിച്ചാൽ 50,000 പേര് പെന്തിക്കോസി വരും. മനസ്സിലാക്കുന്നുണ്ടോ? പിന്നെ യഹൂദന്മാരില്ല, അവരെന്ന് പേടിക്കാൻ തുടങ്ങിയടാ. ഒരുത്തനെ ക്രൂശിച്ച് കൊന്നതുകൊണ്ട് തീർന്നെന്നാ ഓർത്ത്. അവൻ ചെയ്യാത്ത കാര്യമാണല്ലോ ഇയാൾ ചെയ്യുന്നത്. ഒരു പ്രസംഗത്തിൽ 3000, ഒരു പ്രസംഗത്തിൽ 5000. അവർ പേടിക്കാൻ തുടങ്ങി. അവർ വിളിച്ച് വരുത്തോട്ട് ചോദിച്ചു, എന്ത് പറ്റി, എന്ത് നാമത്തിലാണ് പ്രസംഗിക്കുന്നത്? അപ്പൊ പത്രോസ് പറഞ്ഞ മറുപടി ഇതിന്റെ പശ്ചാത്തലം, നിങ്ങൾ ക്രൂശിച്ച യേശുവിന്റെ നാമത്തിലാണ് പ്രസംഗം. ആ നാമത്തിൽ അയാൾ എഴുന്നേറ്റ് വീട് പണിയുന്ന നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോടിന്റെ മൂലക്കല്ലായി തീർന്ന കല്ലുണ്ട്, ആ കല്ല് യേശുവാണ്. ഓ, വേറെ ഒരുത്തരും രക്ഷയില്ല. ചെറുവക്കൽ കൺവെൻഷന്റെ 3ാമത്തെ ദിവസത്തിൽ ഒരു ശുശ്രൂഷകൻ, യേശുവിന്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്നെ ഓൺലൈനിൽ കാണുന്ന ദൈവ ജനത്തോട്, ഈ ശബ്ദപരിധി കേൾക്കുന്ന സകലരോടുമായി എനിക്കൊരു പ്രസ്താവന നടത്താനുണ്ട്. രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാൻ ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശുവാണ്. Praise the Lord. എത്ര പേർക്ക് ഈ രാത്രി അത് പറയാൻ സന്തോഷമുണ്ട്? കരമുയർത്തി ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് സ്തുതിക്കട്ടെ. Praise the Lord. ഈ പ്രസംഗം പ്രസംഗിച്ചപ്പോഴാണ് അവർക്ക് ആശ്ചര്യം വന്നത്. അവർ പത്രോസിന്റെ യോഹന്നാന്റെയും ധൈര്യം കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ ധൈര്യം ഇവരുടെ ലൈഫിനകത്ത് ആദ്യമായിട്ടാണ്. സ്തോത്രം. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പ്രസംഗത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന്. ഇനി ഇതിന്റെ ധൈര്യത്തിന്റെ റീസൺ എന്ന് പറയാം. എനിക്ക് പൗലോസിനേക്കാൾ ഒരു പരിധിവരെ കൂട്ടുപിടിക്കാൻ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് പത്രോസ്. കൂട്ടുകൂടാൻ ഇഷ്ടമുള്ള കഥാപാത്രം എന്നറിയാമോ? നമ്മളെ പോലെ ഉയർച്ച താഴ്ചകളുള്ള ഒരാളാണ് ആര്? ഹലോ പൗലോസ് ഈ ആത്മീയത്തിന്റെ കൊടുമുടിയാണെങ്കിൽ പത്രോസ് അങ്ങനല്ല. കൊടുമുടി, കയറ്റം,
കൊടുമുടി ഇറക്കം, ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ആളാ. അപ്പം തിന്നുന്ന സമയത്ത് യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാട്ടിക്കൊടുക്കും. ഉടനെ പത്രോസ് പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഞാനോ ഗുരു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എവിടെ പോയാലും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണത്തില്ലെന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, നീ എവിടെ പോയാലും ഞാൻ നിന്റെ പുറകെ വരും. പുറകെ വരിക മാത്രമല്ല, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ വരെ വെക്കും. അങ്ങനെ പറയാൻ കാരണം അപ്പം തിന്നുകൊണ്ടിരിക്കുക, ഗ്ലോറി പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിലാക്കുന്നുണ്ടോ? യോഗ സ്ഥലത്ത്, അതുകൊണ്ടാ. ഹല്ലേലൂയ. പ്രസംഗം കേട്ടോണ്ടിരിക്കുക, അതുകൊണ്ട് ആ ആവേശം. എവിടെ പോയാലും ഞാൻ വരും. വരിക മാത്രമല്ല, നിനക്ക് വേണ്ടി ഞാൻ ജീവൻ വരെ വെക്കും. ഉടനെ യേശു പറഞ്ഞു, നീ ശ്വാസം വിട്, ഇന്ന് രാത്രി കോഴി കൂണെങ്കിൽ നീ 3 വട്ടം തള്ളിപ്പറയണം. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ആ രാത്രി വൈൻ്റെ പായത് ഒരു കോഴി കൂവിയപ്പോൾ 3 കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം തള്ളിപ്പറഞ്ഞ അന്ന് രാത്രി തീരുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കയറ്റമുണ്ട്, അപ്പോൾ തന്നെ ഒരു കൊച്ചിറക്കമുണ്ട് എന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവല്ല. ഒരു കോഴിയുടെ ചെറിയ കൂവല് കേട്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായോ, അയ്യോ തള്ളി പറഞ്ഞല്ലോ, ക്ഷമിക്കണേ എന്ന് ഏറ്റു പറഞ്ഞു മടങ്ങി വന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അർത്ഥം തന്നെ നമ്മളെ പോലെ കയറ്റമുണ്ട്, ഒരിറക്കമുണ്ട്, കയറ്റമുണ്ട്, ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നൊരു മനുഷ്യനാണ് പത്രോസിൻ്റെ ഒരു സ്വഭാവം. ഇനി അടുത്ത കാര്യം കേൾക്കണോ? യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 കൊല്ലം നടന്നപ്പോൾ യേശുവിനോട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ആളാണ് ആര്? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ. കർത്താവ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദൈവമേ, കൂട്ടുകാരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാൻ ശിഷ്യന്മാരുടെ എല്ലാം അകത്ത് കാണും, പക്ഷെ അവരാരും ചോദിച്ചില്ല. പത്രോസ് ചോദിച്ചു, 7 വട്ടം മതിയോ? 7 വട്ടം വരെ പുള്ളി റെഡിയാ. നമ്മൾ ഒറ്റ വട്ടം പോലും റെഡിയല്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. പുള്ളിക്കാരൻ 7 വട്ടം വരെ റെഡിയാ. 7 വട്ടം മതിയോ? യേശു പറഞ്ഞു, നോ, 70 വട്ടം. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സകലതും വിട്ട് നിന്റെ പുറകെ ഞങ്ങൾ വരിക, ഞങ്ങൾക്ക് എന്തോ കിട്ടും. സത്യത്തിലെ 12 പേരുടെ അകത്തുള്ള ചോദ്യമായിരുന്നു ഇത്, എന്തോ കിട്ടും. പക്ഷെ ചോദിക്കാൻ മടി. അത് ചോദിച്ച ആളാണ് ആര്? പത്രോസ്. എന്തോ കിട്ടും ചോദിച്ച ആളാണ് പത്രോസ്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു. എപ്പോഴാ? അപ്പം തിന്നുന്ന സമയത്ത് യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാട്ടി എന്ത് ചെയ്യും? കൊടുക്കും. പാസ്റ്ററെ, ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം യേശുവിനോട് ചോദിച്ചു, ആരാ ഗുരു? ഞാനോ ഗുരു? അവിടെ മാത്രം പത്രോസ് യേശുവിനോട് ചോദിച്ചില്ല, പിന്നെ യോഹന്നാനോട് ചോദിച്ചു. യേശുവിൻ്റെ മാറോട് ചാരി യോഹന്നാനോട് ചോദിച്ചു, ആരാന്ന് ചോദിക്കേ. ബാക്കിയുള്ള സകല ചോദ്യവും നേരെ ചോദിച്ചിട്ട് ആ ചോദ്യം മാത്രം നേരെ ചോദിക്കാതെ യോഹന്നാനോടാ. ഞാൻ ചോദിച്ചു, അങ്ങേക്ക് നേരിട്ട് ചോദിച്ചുകൂടെ യേശുവിനോട്? പുള്ളി പറയാ, പേടിയാ. നീ അന്ന് പറഞ്ഞാലോ? എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? മനസ്സിലായവർക്ക് കരമുയർത്തി സ്തോത്രം എന്ന് പറഞ്ഞേ. ബാക്കിയുള്ള സകല ചോദ്യങ്ങളും കർത്താവിനോട് ചോദിച്ചിട്ട് ഒറ്റിക്കൊടുക്കുന്ന കാര്യം വന്നപ്പോൾ യേശുവിനോടല്ല, പിന്നെ യോഹന്നാനോട് ചോദിക്കുക. ആരാന്ന് ചോദിക്കുക. എന്നെ നേരെ ചോദിക്കാൻ മടിയാ. ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ ആ ഭാഗത്ത് നിന്ന് സ്കിപ്പ് ചെയ്യുന്നു. എന്നറിയാമോ? സ്തോത്രം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചവൻ നമ്മളെ പോലെ. പത്രോസ് 8-9 ചോദ്യമായി ചോദിച്ചതായിട്ടാണ് ബൈബിളിൽ പറയുന്നത്. നമ്മളൊക്കെ ചോദിച്ച കണക്ക് വെച്ച് നോക്കുമ്പോൾ പത്രോസ് ഒന്നും ചോദിച്ചിട്ടില്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഞാൻ മുമ്പോട്ട് വരുന്നു. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ആളാണ് പത്രോസ്. ഇനി അടുത്ത കാര്യം, 3 പ്രാവശ്യം യേശു ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞ ആളാണ് പത്രോസ്. നിങ്ങൾക്കറിയാം ആരുടെ മുമ്പില? ഒന്ന് തീ കായുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ. ഇങ്ങോട്ട് നോക്കൂ. ഇസ്രായേലിൽ യെരുശലേമിൽ യേശുവിനെ പിടിച്ചപ്പോൾ ഒരു 2 ഗ്രൂപ്പ് ഫോം ആയിരുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് യേശുവിന്റെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ് യേശുവിനെ പിടിച്ചവരുടെ ഗ്രൂപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് പിടിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പ്, മറ്റൊന്ന് പിടിച്ചല്ലോ എന്നോർത്ത് കരയുന്ന ഒരു ഗ്രൂപ്പ്. മനസ്സിലാക്കുന്നുണ്ടോ? ഈ 2 ഗ്രൂപ്പ് ആൾക്കാരാ യെരുശലേമിലുള്ളത്. വേറെ കുറെ പേര് ഇരുന്ന് തീ കായുന്നു. എന്താ അർത്ഥം? അവർക്ക് പിടിച്ചാലും വിഷയമല്ല, പിടിച്ചില്ലെങ്കിലും വിഷയമല്ല. മനസ്സിലാക്കുന്നുണ്ടോ? കൺവെൻഷൻ നടന്നാലും വേണ്ടില്ല, നടന്നില്ലെങ്കിലും വേണ്ടില്ല, തീ കായുക എന്നുള്ളതാ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. മെനക്കേട് പാർട്ടി. അവിടെ ഫുഡ് കൊടുത്താലും വേണ്ടില്ല, യോഗം വെച്ചാലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ കാര്യം. ഇവിടെ ഉണ്ടോ നിങ്ങൾ? എത്ര പേർ എൻ്റെ കൂടെ ഉണ്ട്? എൻ്റെ കൂടെ ഉള്ളവര് മാത്രം ആ കരമുയർത്തിക്കുക. ഉള്ളവര് മാത്രം. എല്ലാവരും ഉണ്ടല്ലോ രക്തദാനം ചെയ്യാം. ഇവർ ആ ഗ്രൂപ്പിലുമില്ല, ഈ ഗ്രൂപ്പിലുമില്ല. അവർ തീയായ ഈ ആളോടൊക്കെ യേശുവിൻ്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പത്രോസ് പേടിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ രണ്ടാമത് ഒരു ബാല്യക്കാരത്തിയോടാ, വേലക്കാരിയോടൊക്കെ യേശുവിൻ്റെ കർത്താവാണെന്ന് പറഞ്ഞാൽ എന്നാ സംഭവിക്കാനാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ പത്രോസിൻ്റെ അകത്ത് പേടി വന്നു. അയാൾ പേടിച്ചു, ബാല്യക്കാരത്തി പേടിച്ചു. ഇനി മൂന്നാമത്, എന്തേലും ഒന്ന് സംഭവിച്ചാൽ സംഭവിക്കാനുള്ള ആള് മൂന്നാമത്തെ ആളാണ്. അയാളാണെന്നറിയാമോ? പടയാളിയാണ്, കാവൽ കാക്കുന്ന പടയാളിയാണ്.
അയാളോട് പറഞ്ഞ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കും. പക്ഷേ ഈ ബൈബിൾ പഠിച്ചാൽ അറിയാം ഒന്നും സംഭവിക്കാനില്ല. കാരണം യോഹന്നാൻ ആദ്യം അകത്തോട്ട് കയറിയപ്പോൾ പത്രോസ് പുറകെ വന്നു. പത്രോസിനെ പടയാളി തടഞ്ഞു. യോഹന്നാന് പരിചയമുള്ള പടയാളി ആയതുകൊണ്ട് യോഹന്നാൻ വന്ന് പറഞ്ഞു അവനെ കൂടെ അകത്തോട്ട് എന്ത് ചെയ്യണം, കയറ്റിവിടണം. ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ് ഇവനും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ. യോഹന്നാനകത്ത് കയറിയപ്പോൾ പറഞ്ഞിട്ടാ കയറിയ ആ പോകുന്ന ആളിൻ്റെ ശിഷ്യനാ ഞാൻ. അയാൾ കയറിയപ്പോൾ പുറകെ പത്രോസ് വന്നു, തടഞ്ഞു. പത്രോസിനെ കൂടെ കയറ്റിവിടാൻ പറഞ്ഞപ്പോൾ പറയാം ഇവനും ശിഷ്യൻ തന്നെയാണോ? മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം ശിഷ്യനെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് യോഹന്നാനെയാണ്. യോഹന്നാനെ അറസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം പത്രോസിനെ അറസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അവിടെയും പത്രോസ് പേടിച്ചു. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചൊരു മനുഷ്യനാണ്. 3 വട്ടം യേശു ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യനാണ്. ഉയർച്ച കയറ്റ താഴ്ചകളുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ധൈര്യം കണ്ടപ്പോൾ യേശുവിനെ ക്രൂശിക്കാൻ മുമ്പിൽ നിന്ന കന്നാവിനും കയ്യപ്പാവിനും പേടിച്ചു. അവർ അന്തിച്ചു പോയി. എവിടുന്നാണ് ഈ ധൈര്യം? ഞാൻ ചോദിച്ചു പത്രോസേ എന്ത് പറ്റി സാറേ ഈ മാറ്റത്തിന്റെ കാരണം? അയാൾ പറയുക പാസ്റ്ററേ ഈ മാറ്റത്തിന്റെ കാരണം ഒന്നേ ഉള്ളൂ. എന്നറിയാമോ? 120 എണ്ണം ഒരുമിച്ചൊരു മുറിക്കകത്തിരുന്നപ്പോൾ അവരുടെ മേൽ വെളിപ്പെട്ടിറങ്ങി വന്നൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എന്തോ നിങ്ങൾക്ക് മനസ്സിലായി? അഭിഷേകമാണ് പത്രോസിന്റെ ലെവൽ ചേഞ്ച് ചെയ്തതെങ്കിൽ, അവന്റെ പേടി അഭിഷേകം മാറ്റിയെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ മേലെ ഇറങ്ങി വന്ന ഇതുവരെ വ്യത്യസ്തരായ അല്ലെങ്കിൽ നിന്നെ ഇന്ന് രാത്രി വ്യത്യസ്തരാക്കി മാറ്റാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ കാരമടിച്ചാതരങ്ങളെ തുറന്ന് ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു ഹല്ലേലൂയ ഒന്ന് പറയാമോ ശക്തിയോടെ? പോരാ എല്ലാവരും ചേർന്ന് പറഞ്ഞ്. അച്ഛാ പത്രോസിന്റെ സ്റ്റേറ്റ്മെന്റ് പേടിക്കാരനായിരുന്നു, പേടിയുള്ള ആളാ, ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞൊരു മനുഷ്യനാ. പക്ഷേ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോ എൻ്റെ അകത്തിന്റെ അഭിഷേകം വന്നു. ആ അഭിഷേകത്തിന്റെ ധൈര്യത്തിലായി പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അഭിഷേകം വന്നാൽ ആള് മാറും. ഹലോ അഭിഷേകം വന്നാൽ അഡ്രസ് മാറും. അഭിഷേകം വന്ന പേടി മാറും. വിശ്വസിക്കുന്നുണ്ടോ? അഭിഷേകം വന്ന ഭാവി മാറും. പ്രൈസ് ഗോഡ്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? എനിക്കിതൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്ന് മനോജ് മാസ്റ്ററെ, എൻ്റെ പൊന്നച്ച മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ അകത്ത് ആവേശം കൂടും. അഭിഷേകം ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കതൊരു പഴങ്കഥ പോലൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. ചരിത്രം മാറും. രക്തത്താലെ ചെയ്യും. ഞാൻ ഈ കൺവെൻഷൻ ആദ്യമായിട്ടാണ്, ഈ ഭാഗങ്ങളിൽ തന്നെ പ്രസംഗിക്കുന്ന ആദ്യമായിട്ടാണ്. എന്നെ എല്ലാവർക്കും കൂടെ പരിചയമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ എനിക്കും എല്ലാവരെയും ഒന്നും പരിചയമില്ല. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ആയതുകൊണ്ട് എൻ്റെ കൊച്ചു സാക്ഷിയും കൂടെ ഒന്ന് ശകലൊരു 10 മിനിറ്റ് ഒന്ന് തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പേര് അനീഷ് ഏലപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ്, ഒരു കൊച്ചു സിറ്റി. അതല്ല എൻ്റെ ജന്മസ്ഥലം. അവിടുന്ന് ഒരു 6 കിലോമീറ്റർ അകത്തോട്ട് പോകണം. ഹെലിബറിയ എന്ന് പറയുന്ന ഒരു ചെറിയ തേയില കമ്പനി ഉണ്ട്, ടീ എസ്റ്റേറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ അവിടെയൊക്കെ ഉള്ള കമ്പനികൾക്കൊക്കെ ഇംഗ്ലീഷ് പേരുകളാണ്. ഞങ്ങളുടെ അവിടെ സായിപ്പന്മാർ വന്ന് തുടങ്ങിയ കമ്പനികളാണ് ഞങ്ങളുടെ അവിടുത്തെ തേയില കമ്പനികൾ. അതിൻ്റെയൊക്കെ പേര് ഹെലിബറിയ, സെമിനി വാലി, ഹോ പ്ലാന്റേഷൻ, വുഡ്ലാൻഡ്സ്, ഗ്ലെൻമേരി, അങ്ങനെയൊക്കെയുള്ള ഇംഗ്ലീഷ് പേരുകളാണ്. പണ്ട് അവർ വന്ന് ആരംഭിച്ച സ്ഥലമായതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് ഹെലിബറിയ എന്ന, ഏലി മറിയ എന്ന് 2 പേര് ആരംഭിച്ചൊരു സിറ്റി, ഒരു ചെറിയ ടീ എസ്റ്റേറ്റ് ആണ്. അതിന് വന്ന് ഇപ്പോൾ ഹെലിബറിയ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. രക്തത്താല് ചെയ്യാം. ഇവിടെ നോക്കൂ, അതാണ് എൻ്റെ ജന്മസ്ഥലം. വേറൊന്നും പറയില്ല, ഹെലിബറിയ രക്തത്താല് ചെയ്യാം. സ്തോത്രം. അതാണ് പാസ്റ്റർ എൻ്റെ ജന്മസ്ഥലം. ഇങ്ങോട്ട് നോക്കൂ, അതാണ് ജന്മസ്ഥലം. എൻ്റെ അമ്മച്ചി ആ എസ്റ്റേറ്റ് വരുമ്പോൾ വയസ്സ് 14. എൻ്റെ അമ്മ കുഞ്ഞുമോളെന്ന പേര്. അമ്മ ആ എസ്റ്റേറ്റ് വരുമ്പോൾ വയസ്സ് 14. എൻ്റെ അമ്മ ആ എസ്റ്റേറ്റ് വിടുമ്പോൾ വയസ്സ് 54. ഓക്കെ, 40 വർഷം എൻ്റെ അമ്മ ജീവിച്ച സ്ഥലമാണ് ഹെലിബറിയ. 30 വയസ്സ് വരെ ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം അവിടെ വെച്ചാ നടന്നേ. എൻ്റെ വൈഫ് മൂത്ത മോൾ അബിയ അവിടെ വെച്ചാ ഉണ്ടാകുന്നേ. ജനിച്ച ബിൽഡിങ്ങിൻ്റെ പേര്, സ്ഥലം ഹെലിബറിയ, ബിൽഡിങ്ങിൻ്റെ പേര് ലയം എന്ന് പറയും. ലയം എന്ന് പറഞ്ഞാൽ അറിയാമോ? എസ്റ്റേറ്റിലെ ജോലിക്കാർക്ക് വേണ്ടി എസ്റ്റേറ്റുകാർ വെച്ചു കൊടുക്കുന്നൊരു ലേബർ ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ പേരാണ് ലയം. കയറി ചെല്ലുമ്പോൾ ചെറിയൊരു തിണ്ണ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു മുറിയാ ബെഡ്റൂം. മനസ്സിലാകുന്നുണ്ടോ? ആകെ ഒരു മുറിയേ ഉള്ളൂ, അതിനിട്ട പേരാ ബെഡ്റൂം. 3 ഭിത്തിയാ, നടുക്കൂടെ വാതിൽ 3 ഭിത്തി. അവിടെ ഒരു കട്ടില്, ഇവിടെ ഒരു കട്ടില്, ഇപ്പുറത്തൊരു കട്ടില്. അതാണ് ബെഡ്റൂം. മനസ്സിലാകുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ. ഇതാണ് സെറ്റപ്പ്. ഒരു ഭിത്തി കഴിഞ്ഞാൽ പിന്നെ തമിഴ്ക്കാരോ മലയാളികളോ
ഹിന്ദിക്കാരൊക്കെ താമസിക്കും. അങ്ങനെ 7 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പേരാണ് ലയം. അതിനകത്ത് ജനിച്ചു വളർന്ന മനുഷ്യനാണ് ഞാൻ. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? സ്തോത്രം. അന്ന് 6 ദിവസം എൻ്റെ അമ്മ ജോലിക്ക് പോയാൽ അമ്മയ്ക്ക് വെള്ളിയാഴ്ച കിട്ടുന്ന ചെലവ് കാശ് എന്ന് പറയുന്നത് 40 രൂപയാണ്. 40 രൂപയ്ക്കകത്ത് വേണം ഞങ്ങളുടെ കുടുംബത്തിലുള്ള 5 പേര് താമസിക്കാൻ. 6 ദിവസം എൻ്റെ അമ്മ ജോലിക്ക് പോയ കാര്യം എനിക്ക് ഓർമ്മയിൽ പോലുമില്ല. കാരണം എൻ്റെ അമ്മ ഒരു ആസ്മ പേഷ്യൻ്റാണ്. 28 വർഷമായിട്ട് ഒരു ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു. എൻ്റെ ഫാദർ 38 വർഷത്തെ ഒരു മദ്യപാനിയായിരുന്നു. 38 കൊല്ലത്തെ മദ്യപാനം. ഇവിടെ നോക്കൂ, അപ്പൻ്റെ മദ്യപാനവും അമ്മയുടെ ആസ്മ രോഗവും ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടില്ല. എത്ര ദിവസമാണ് പട്ടിണി കിടന്നിട്ടുള്ളത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. എനിക്ക് 2 സഹോദരിമാരുണ്ട്. സ്വന്തം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കലും 3-4 ദിവസത്തെ പട്ടിണി മാറ്റാൻ എൻ്റെ മൂത്ത പെങ്ങള് ഈ തൊട്ടടുത്ത വീട്ടിൽ ചെന്നിട്ട് 1 ഗ്ലാസ് അരി ചോദിച്ചു. ഒറ്റ ഗ്ലാസ്, പട്ടിണി ഒന്ന് മാറ്റാൻ. ആ 1 ഗ്ലാസ് അരി അവർ തന്നില്ല. കാരണം ഇതേ ഉള്ളൂ, തന്നു പോയാൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. മനസ്സിലാക്കുന്നുണ്ട്? കൊടുക്കാൻ നിവർത്തിയില്ലാത്ത കൊണ്ട് 1 ഗ്ലാസ് അരി ഞങ്ങൾക്ക് തന്നിട്ടില്ല. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്ലാസ് അരിക്ക് പോലും വിശ്വാസമില്ലാത്ത കുടുംബത്തിലെ അംഗമായിരുന്നു ഞാനെന്നായി പറഞ്ഞു വരുന്നത്. മനസ്സിലായവർക്കായി ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ ശക്തിയോടെ ഒന്ന് സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. നല്ല വസ്ത്രം ഇട്ടിട്ടില്ല സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ചർച്ച് ഫോർഡിൻ്റെ വൈപ്പിയുടെ സ്റ്റേറ്റ് ക്യാമ്പിനെ പ്രസംഗിച്ചിട്ട് വരിക. അവിടെ എൻ്റെ പ്രസംഗം തുടങ്ങി ഒരു വാക്യം പോലും എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട്. നിങ്ങൾ ഇന്ന് ഇട്ടേക്കുന്ന പോലെ ഈ ഷർട്ട് നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. 96-ലാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത്. 96-ല് സ്കൂളിൽ പോയിട്ടുള്ള സകല ആൾക്കാർക്കും അറിയാം. ഫൈനൽ എക്സാമിന് മുമ്പ് ഒരു ആനുവൽ ഡേ എന്നൊരു സംഭവമുണ്ട്, സോഷ്യൽ. അന്ന് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. നല്ല കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ ഒരു കളർ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഇട്ടുകൊണ്ട് പോയ ഷർട്ട് അമ്മാച്ചൻ്റെ വയസ്സ് 42, എൻ്റെ വയസ്സ് 15. മനസ്സിലാകുന്നുണ്ടോ? ലോക പോലിരിക്കും. വേറെ ഒന്നും ഇടേണ്ട കാര്യമില്ല. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഒത്തിരി ഫോട്ടോ ഞങ്ങളുടെ ഇന്ന് മിസ്സായിട്ടുണ്ടെങ്കിലും ആ ഫോട്ടോ മാത്രം മിസ്സായിട്ടില്ല. എൻ്റെ വൈഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മാച്ചൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് പോയ ആ അവസ്ഥ. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഇവിടെ നോക്കിയേ, മുളക്കുഴ ബൈബിൾ സ്കൂളിൽ പഠിച്ച ആളാണ് ഞാൻ. ചർച്ച് ഫോർഡിൻ്റെ ഒരു ചെറിയ സെൻറ്ററിൻ്റെ പാസ്റ്റർ കൂടാണ്. 98-ൽ മുളക്കുഴ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാൻ ഒരു ഷർട്ടില്ല. ഞങ്ങളുടെ ദാരിദ്ര്യമാണ് പ്രശ്നം. എൻ്റെ മമ്മിയുടെ ഒരു ബ്രദറുണ്ട്. അദ്ദേഹം ഇന്ന് കരിസ്മാറ്റിക്കിൻ്റെ പാസ്റ്ററാണ്. അന്ന് അദ്ദേഹം ഇന്ന് പെന്തിക്കോസിലെ പാസ്റ്ററാണ്. അന്ന് കരിസ്മാറ്റിക്കാരനാണ്. പേര് റെജി ജോസഫ് എന്ന് പറയും. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ അച്ഛാ ബൈബിൾ സ്കൂളിൽ പോകാൻ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ഒരു ഷർട്ട് തരാമോ? അദ്ദേഹം പറഞ്ഞു നല്ല കാര്യമല്ലോ, അപ്പോൾ ഒരെണ്ണം കൊണ്ട് തരാം. അത് തരാൻ കാരണമുണ്ട്, ഇടയ്ക്ക് കരിസ്മാറ്റിക്കിന് പോയി പുള്ളി സ്വസ്ത്രം പറയും. മനസ്സിലാകുന്നുണ്ടോ? സ്വസ്ത്രം ഒരു സാ കൂടുതലാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പറയുന്ന സംഭവം തന്നെ ഒരു സാ കൂടുതലാണ്. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ സ്തോത്രം പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ബൈബിൾ സ്കൂളിൽ പോകണം, ഒരു ഷർട്ട് തരാമോ? അദ്ദേഹം പറഞ്ഞു ആട്ടടാ ഒരെണ്ണം കൊണ്ട് തന്നു. ഒന്നുകൊണ്ട് മുളക്കുഴ 3 കൊല്ലം പഠിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടെ തരാമോ? അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടെ തരാം, നോക്കട്ടെ. വൈകിട്ട് വന്നപ്പോൾ എൻ്റെ പൊന്നു സഹോദരന്മാർ, നല്ലൊരു ഷർട്ടും നല്ലൊരു ജീൻസും. ആദ്യമായിട്ടാണ് ഞാൻ ആ ഷർട്ടും ജീൻസും ഇടുന്നത്. ജീൻസൊക്കെ ആദ്യമായിട്ട് ഇടുക. ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മേടിച്ചതാണോ? അപ്പോൾ എന്നോട് പറഞ്ഞു മേടിച്ചതല്ല, ഞാൻ എടുത്തോണ്ടിങ്ങി പോകുന്നു. ഞാൻ ചോദിച്ചു എടുത്തോണ്ട് പോരുകയോ? അദ്ദേഹം പറഞ്ഞു ആ എടുത്തോണ്ട് പോകുന്നതാ. എവിടെന്നാണെന്നറിയാമോ? ഈ ഓൺലൈൻ കേൾക്കാം, ഒരുപക്ഷെ അവർ കേൾക്കുമായിരിക്കും. കുവൈറ്റിൽ ഒരു സഭയുണ്ട്. ആ സഭയുടെ പേര് ഇമ്മാനുവൽ ചാരിറ്റബിൾ മിനിസ്ട്രി എന്നോ ട്രസ്റ്റ് എന്നോ അങ്ങനെ കണ്ടാണ്, എക്സാക്ട്ലി എനിക്കറിയത്തില്ല. അവർക്ക് ഞങ്ങളുടെ ഏലപ്പാറയ്ക്കടുത്ത് കോഴിമല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആദിവാസി കോളനിയാണ്, ട്രൈബൽസ്. അവരുടെ ഇടയ്ക്ക് ഒരു പ്രവർത്തനം അവർക്കുണ്ട്. അതിനകത്തുള്ള ഒരാളാണ് എൻ്റെ അമ്മാച്ചൻ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഈ ആദിവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി കുവൈറ്റിലെ സാറുമാരെല്ലാം കൂടെ ഇട്ടിട്ട് ഊരിക്കൊടുത്ത യൂസ്ഡ് ക്ലോത്ത്സ് ഉണ്ട്, പഴകിയ വസ്ത്രം. മനസ്സിലാക്കുന്നുണ്ടോ? അത് വന്ന ദിവസമാണെന്ന് പ്രവർത്തിക്കാൻ വേണ്ടി എൻ്റെ അമ്മാച്ചൻ ചെന്നപ്പോൾ കുറേ വസ്ത്രം വന്നിരിക്കുന്നു ആദിവാസിയിൽ കൊടുക്കാൻ. അതിനകത്തുനിന്ന് കൊള്ളാവുന്നൊരു ഷർട്ടും കൊള്ളാവുന്നൊരു ജീൻസ് എടുത്തുകൊണ്ട് എൻ്റെ അമ്മാച്ചൻ വന്നു. ഒറ്റവാക്കിൽ 98-ൽ മുളക്കുഴ ബൈബിൾ സ്കൂളിൻ്റെ പടിക്കെട്ട് കയറുമ്പോൾ ആദിവാസിക്ക് വേണ്ടി അയച്ചു കൊടുത്ത യൂസ്ഡ് ക്ലോത്ത്സും അമ്മാച്ചൻ്റെ വസ്ത്രം കൊണ്ട് കയറി വന്ന മനുഷ്യനാ. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇന്നെനിക്ക് പറയാൻ ഒത്തിരി വ്യത്യാസമുണ്ട്. 2003-ലാണ് ആദ്യമായിട്ട് ഞാനൊരു 21 days ഫാസ്റ്റ് ചെയ്യുന്നത്. 2003
ഇവിടെ ഏതോ ഒരു കൺവെൻഷനിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രസംഗിച്ചിട്ടുണ്ട്, രാജേഷ് ഏലപ്പാറ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്നൊരു കൊച്ചു ഉപവാസ പ്രാർത്ഥന 21 ദിവസം. ഞാൻ ആദ്യമായിട്ട് അന്നായിരിക്കുന്നത്. എൻ്റെ ഫാദർ ചോദിച്ചടാ, 21 ദിവസമൊക്കെ നീ ഇങ്ങനെ പട്ടിണി കിടന്നാൽ ചത്തു പോകത്തില്ലയോ? അപ്പം എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞ മറുപടി, വീട്ടിൽ കിടന്നാൽ പട്ടിണി മരണം, അവിടെ പോയാൽ ഉപവാസ മരണം. മനസ്സിലാക്കുന്നുണ്ടോ? അവിടെയും പട്ടിണി ഇവിടെയും പട്ടിണി, ഇവിടെ കിടന്നാൽ ഇങ്ങനെ മരിച്ചു പോകും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ പിന്നെ അങ്ങനെ പോയേക്കാം എന്നോർത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയതാ. അതിൻ്റെ 10ാമത്തെ ദിവസം അന്ന് പ്രസംഗിച്ച പാസ്റ്റർ ഇന്നും ഈ ഭൂമിയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, അനീഷ് പാസ്റ്ററെ, നിങ്ങളുടെ അകത്തൊരു അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കും, ഒരു വ്യത്യസ്തമായ കൃപ നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കും. 9 മണി വരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരു അഭിഷേകം വന്നില്ല. ഒരു ചെറിയ നിരാശ എൻ്റെ അകത്ത് വ്യാപരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പോകണ്ട, പരിശുദ്ധാത്മ പറഞ്ഞല്ലയോ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. രാത്രി ഒരുമിച്ച് വട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവ സാന്നിധ്യം എൻ്റെ ദേഹത്തൊന്ന് തൊട്ടു. 2 മിനിറ്റ്, 1 മണിക്കൂർ ഞാൻ ആരാധിച്ചു. ആരാധന കഴിഞ്ഞ് 2003 ജൂൺ മാസം 6-ാം തീയതി ആ മേളത്തെ മലമന്ദിരമുള്ള ആ വീട് വിട്ട് ഇറങ്ങി വരുമ്പോൾ അന്ന് പ്രസംഗിച്ച പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞു, നീ വന്നതുപോലെ അല്ല കേട്ടോ, നിന്റെ അകത്തൊരു വ്യത്യസ്തമായ അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ട്. എനിക്കും തോന്നി അത് എൻ്റെ അകത്തുണ്ടെന്ന്. അപ്പം ഞാൻ അവിടുന്ന് പോയ വഴിക്ക് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട്, കർത്താവേ, അങ്ങനെ വ്യത്യസ്തമായ ഒരു അഭിഷേകം എൻ്റെ മേലുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് ചലിക്കേണ്ടത് അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ മേലല്ല, 28 വർഷമായി വലിക്കുന്ന ആസ്മയുള്ള എൻ്റെ അമ്മച്ചിക്ക് വേണം അത് ചലിക്കാൻ. നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ. 28 കൊല്ലത്തെ രോഗം അന്ന് സൗഖ്യമായതാ, പിന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. Praise the Lord. മനസ്സിലാകുന്നവർ ചേർന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അന്നെന്ന പോലെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, അന്നെന്ന പോലെ വെളിപ്പെട്ട ദൈവശക്തി ഈ 3ാമത് രാത്രിയിൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര ദൈവമക്കളുണ്ട്? ആ കരമളിച്ച് അതരങ്ങളെ തുറന്ന് ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. Praise the Lord. കരമടിച്ച് കർത്താവിനെ ആരാധിക്കാമെന്ന് നിങ്ങൾ ചേർന്ന്. ഓ റബ ശതരാമ സകരാധനാദിയാന, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ശക്തി ഇതിനകത്തൊന്ന് വ്യാപരിച്ചിറങ്ങട്ടെ. ഈ ടെന്റിനകത്ത് ഇരിക്കുന്നവരുടെ മേൽ ദൈവ സാന്നിധ്യം പാഞ്ഞിറങ്ങട്ടെ. സൗഖ്യത്തിന്റെ കരം ഇതിനകത്ത് ഇന്ന് രാത്രി സ്വർഗം അയക്കുകയാണ്. വിശ്വസിക്കുന്നവർ പ്രതികരിച്ചു തുടങ്ങ്, പ്രതികരിച്ചു തുടങ്ങ്, കരമടിച്ചു തുടങ്ങ്. ഈ രാത്രി ചായ. Praise the Lord. ഇങ്ങോട്ട് നോക്കേ, ഇന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. 28 വർഷത്തെ രോഗി അന്ന് സൗഖ്യമായതാ, പിന്നെ ഇന്ന് വരെ ആ രോഗം ഉണ്ടായിട്ടില്ല. എന്നേക്കാൾ പവർഫുള്ളാണ്. ഞാൻ അമേരിക്കയിലൊക്കെ പ്രസംഗിക്കാൻ പോയപ്പോൾ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. സത്യത്തിൽ ഒരുവിധപ്പെട്ട കോൺഫറൻസ് എല്ലാം പ്രസംഗിക്കുമ്പോൾ എൻ്റെ വൈഫും എൻ്റെ അമ്മച്ചിയും ഫാസ്റ്റിങ്ങിലായിരിക്കും. എന്നേക്കാൾ കൂടുതൽ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു മാതാവ് എനിക്കുണ്ട്. രക്തത്താൽ ചെയ്യും. പാസ്റ്റർ 2 പ്രാവശ്യം കയ്യിൽ നിന്ന് ജീവൻ പോയിട്ടുള്ളതാണ്. 2 പ്രാവശ്യം ആസ്മ മൂത്തിട്ട് 2 പ്രാവശ്യം ജീവൻ പോയിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്നുണ്ട് അമ്മച്ചി പറഞ്ഞൊരു പദമുണ്ട്, അനിമോനെ, അനിമോനെ എന്നാണ് വിളിക്കുന്നത്. അനിമോനെ എന്നൊരു വിളിച്ചു. പിന്നെ മിണ്ടിയിട്ടില്ല. പ്രാണം പോയതാ. നിങ്ങൾക്കറിയാമോ, മൺമറഞ്ഞ് പോകാവുന്ന സ്ഥാനത്ത് അഭിഷേകം തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർജീവമായി പോകുന്ന ചില വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി ദൈവം കരം വെക്കാൻ പോകുകയാണ്. ഓ റബ ശാന്തൽ കബ സകാരാധിയാന്തര. ഈ 3ാമത് രാത്രിയിൽ ചില രോഗബന്ധനത്തിന്റെ കുരുക്കുകളെ എൻ്റെ സ്വർഗം പൊട്ടിച്ചെറിയാൻ പോവുക. നിന്നെ ഒരു രോഗത്തിന്റെ കെട്ടി 4 ഭിത്തിക്കുള്ളിൽ നിന്നെ ഒതുക്കുമെന്ന് പറയുന്ന അന്ധകാര മണ്ഡല ശക്തികളെ ഇന്ന് രാത്രി സ്വർഗം വലിച്ചു കീറുക. വിശ്വസിക്കുന്നവർ കാരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. അധികാരമുള്ളവന്റെ നാമത്തിൽ അസ്ഥിയുടെ മേൽ വ്യാപരിക്കുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ 3ാം രാത്രിയിൽ ജനത്തെ വിട്ട് വഴിമാറി പോവട്ടെ. ജനത്തെ വിട്ട് വഴിമാറി പോവട്ടെ. ഓ, ജനത്തെ വിട്ട് വഴിമാറട്ടെ. Praise the Lord. ഇവിടെ നോക്കേ, അന്ന് അമ്മയ്ക്ക് സൗഖ്യമായതാ, പിന്നെ അമ്മയ്ക്ക് രോഗം ഉണ്ടായിട്ടില്ല. പക്ഷെ അടുത്ത പ്രശ്നം,
അപ്പൻ്റെ മദ്യപാനമല്ലയോ. 38 കൊല്ലമായിട്ട് എൻ്റെ അപ്പം കുടിക്കുക. സ്തോത്രം. ഞാൻ പലയിടത്ത് പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ഈ നോൺ ലൈഫ് ബൈബിൾ കോളേജിലും പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് ഒരു രാത്രി യോഗത്തിന്. അപ്പോൾ ഈ പ്രസംഗിക്കാനൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കും, കുടുംബമായിട്ടാണോ വിശ്വാസത്തിൽ? എല്ലാവരും വിശ്വാസത്തിലുണ്ടോ? ഉണ്ടെന്ന് പറയാൻ ബുദ്ധിമുട്ട്. അപ്പനെ തണ്ണിയ ഏലപ്പാറിൽ എനിക്കൊരു കൊച്ചു സഭയുണ്ട്. 10-30 പേര് കൂടുന്ന കൊച്ചു സഭ. മനോജ് പാസ്റ്റൊക്കെ പലവട്ടോടെ വന്നിട്ടുണ്ട്. ആ കൊച്ചു സഭയിൽ ആരാധന കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഇറങ്ങുമ്പോൾ അടിച്ച് പെരുത്ത് അപ്പം നിൽക്കുന്ന കാണാം. എന്നറിയാമോ? അപ്പൻ ഡ്രൈവറാണേ. ഒരു 100-110 പേരെ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട്. ആശാനാ ഡ്രൈവിങ്ങിൻ്റെ. അതുകൊണ്ട് കുടിക്കാൻ കാശ് വേണ്ട. മനസ്സിലാക്കുന്നുണ്ടോ? ഏലപ്പാറയിൽ ഇറങ്ങി കൊടുത്താൽ മതി, ബാക്കി അവർ കൊടുത്തോളും. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. വണ്ടിക്കൂലിയും വേണ്ട. ഇങ്ങോട്ട് വരുമ്പോൾ ജീപ്പേ നിന്നോണ്ട് വരും, അങ്ങോട്ട് പോകുമ്പോൾ ജീപ്പേ കടന്നുകൊണ്ട് വരും. കാശ് കൊടുക്കണ്ട. സ്തോത്രം. അതാണ് അപ്പന്. യോഗം കഴിയുമ്പോൾ അപ്പൻ ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന കാണാം. അകത്തൊരു വിഷമം. വലിയ പ്രസംഗകനാണ്, പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. അപ്പനെ ഗുണപ്പെടുത്തിയിട്ടില്ല. ഒരാഗ്രഹമുണ്ടായി, അപ്പനെ ഒന്ന് സ്നാനപ്പെടുത്തണമെന്നൊരു ആഗ്രഹം. 2005 അപ്പനെ സ്നാനപ്പെടുത്താൻ വേണ്ടി ഒരു കൊച്ചു ഫാസ്റ്റിംഗ് ഇരുന്നു, ഒരു ചെറിയ ഫാസ്റ്റിംഗ്. ആദ്യം 40 ദിവസം ഇരുന്നു. അപ്പം മുങ്ങിയില്ല, രക്ഷപ്പെട്ടു. അത് ബ്രേക്ക് ചെയ്തു. പിന്നെ ഒരു 21 ഇരുന്നു, അപ്പം മുങ്ങിയില്ല. അപ്പൻ എന്നെ കളിപ്പിച്ചിട്ട് പോയി. വീണ്ടും ഇരുന്നൊരു 7 ദിവസം, പുള്ളി മുങ്ങിയില്ല. ചുരുക്കം പറഞ്ഞാൽ അപ്പച്ചനെ സ്നാനപ്പെടുത്താൻ വേണ്ടി മാത്രം 2005 185 ദിവസം ഉപവാസിരുന്ന ആളാണ് ഞാൻ. മനസ്സിലാക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്കാൾ കൂടുതൽ അപ്പനെ മുക്കാൻ സ്നാനം ഉപവാസിരുന്ന ആളാ. എൻ്റെ മുട്ടയെ ഒട്ടകത്തിൻ്റെ മുട്ട് പോലെ. ഞാൻ ഫേസ്ബുക്ക് വഴി പറന്നിറങ്ങിയ പാസ്റ്റർ അല്ല. രക്തത്താൽ ജയം. ആദ്യം ഒരു വാർഡിൽ പ്രസംഗിച്ചു, അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ പ്രസംഗിച്ചു, അത് കഴിഞ്ഞ് ജില്ലയിൽ പ്രസംഗിച്ചു, അത് കഴിഞ്ഞ് സ്റ്റേറ്റിൽ പ്രസംഗിച്ചു, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റിൽ പ്രസംഗിച്ചു. വാർഡ് തൊട്ട് വന്നവനാ ഞാൻ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. മുട്ടൊക്കെ ഒട്ടകത്തിൻ്റെ മുട്ട. ഹല്ലേലൂയ. അപ്പം മുങ്ങത്തില്ല പാസ്റ്ററെ. 184ാമത്തെ ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ പലതവണ ബ്രേക്ക് ചെയ്താണ്. 184ാം ദിവസം ഇരിക്കുമ്പോൾ എൻ്റെ അപ്പൻ ഡ്രൈവറാണ്. എസ്റ്റേറ്റിലെ മാനേജരെയും കൊണ്ട് തൃശ്ശൂർ പോയി ഒരു ലോഡ്ജിൽ കിടക്കുക. രാത്രി 12:30 ആയപ്പോൾ അപ്പൻ്റെ മുട്ടയെ വന്ന് ആരോ ഒരു അടിയടിച്ചു. രാത്രിക്കാണ് ഒറ്റയടി. ഞെട്ടിപ്പോയി. അതും അറിയാത്ത സ്ഥലമല്ലയോ, ഞെട്ടിപ്പോയി. എഴുന്നേറ്റപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ. അയാൾ ചോദിച്ചു, പേര് രാജു എന്നാണ്. രാജുവാണ്. രാജുവാ. ഓക്കെ. എപ്പോഴാണ് നീ സ്നാനപ്പെടുന്നത്? ഞെട്ടിപ്പോയി അച്ഛൻ. സ്വത്രം. എപ്പോഴാണ് നീ സ്നാനപ്പെടുന്നത്? രാത്രി 12:30 ഒരാൾ വന്ന് ചോദിക്കുക. അച്ഛൻ പറഞ്ഞു, നാളെ പെട്ടേക്കാം. നാളെ പെടുമോ? അദ്ദേഹം പറഞ്ഞു, നാളെ പെടും. പെട്ടോളം. അടിച്ച പുള്ളിക്കാരൻ ഒറ്റ പോക്ക് പോയി. ആരാന്ന് അപ്പൻ അറിയില്ല, ആരാന്ന് നമുക്കറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. രാത്രി ചോദിച്ചു, എടാ വിളിക്കുക 12:30. എവിടെയാടാ നീ? ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ട്. ആട്ടെ, ചർച്ചിലുണ്ട്. ആട്ടെ, എപ്പോഴാണ് നിന്റെ സഭയിൽ നീ സ്നാനമുള്ളത്? അച്ചാച്ചൻ എപ്പം പറയുന്നു അപ്പം സ്നാനം. നാളെ മുങ്ങിയാലോ? ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നാളെ മുങ്ങോടെ എൻ്റെ ഫാസ്റ്റിംഗ് കുറയും. ചെയ്യും. ഒറ്റ വാക്ക് പറഞ്ഞാലേ, അപ്പൻ എവിടാണോ അടിച്ച് പെരുത്ത് നടന്നത്, ആ ഏലപ്പാറയിലുള്ളൊരു കൊച്ചു തോടിനകത്ത് എൻ്റെ നേതൃത്വത്തിൽ അപ്പനെ സ്നാനപ്പെടുത്തിയിട്ട് അപ്പൻ്റെ ദശാംശം മേടിച്ച് കർത്താവിൻ്റെ വേല ചെയ്തവനാ ഞാൻ. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഇന്ന് അറ്റ്മോസ്ഫിയർ ഒത്തിരി ചേഞ്ച് ചെയ്തു. ഒരു ഗ്ലാസ് അരിക്ക് ഭാരപ്പെട്ട ഞാൻ ഇന്ന് ഒരാഹാരം കഴിക്കാൻ പ്ലാൻ ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ഇത് കഴിക്കാനുള്ള ത്രാണി എനിക്ക് സ്വർഗം തന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു വസ്ത്രമില്ലാതെ ഭാരപ്പെട്ട ഞാൻ ആദ്യമായിട്ട് അമേരിക്ക പോയിട്ട് വന്നപ്പോൾ എൻ്റെ സെൻറ്ററിലുള്ള സകല ആമ്പിള്ളേർക്കും വസ്ത്രം എടുത്തു കൊടുത്ത ഹല്ലേലൂയ. ചർച്ചപ്പോറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സെൻറ്റർ പാസ് അമേരിക്ക പോയിട്ട് വന്നിട്ട് സെൻറ്ററിലെ സകല ആൾക്കാർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത്. അത് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ഇഷ്ടം പോലെ കിട്ടിക്കാണും, അതാ കൊടുത്തതെന്ന്. എന്നേക്കാളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാർ മക്കളെയും കൊച്ചുമക്കളെയും പേര് ബാങ്കിൽ ഇടുന്നല്ലാതെ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഒരു വസ്ത്രത്തിന് ഭാരപ്പെട്ട എനിക്കൊരു സെന്ററുകാർക്ക് മൊത്തം കൊടുക്കാൻ പറ്റി. കാരണം അതാണ് അഭിഷേകം. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യ നൂറ്റാണ്ടിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഈ രാത്രി നമ്മുടെ മേലൊന്ന് തൊട്ടിറങ്ങിയാൽ, നമ്മുടെ മേലൊന്ന് തട്ടിയിട്ട് പോയാൽ ഇതിനകത്ത് കയറിയതുപോലെ ആവില്ല നീ ഇറങ്ങി പോകുന്നത്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങട്ടെ. കാരമാടി ചാദരങ്ങളെ തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം.
സമയം ഒത്തിരി പോകുന്നല്ലോ. എനിക്ക് എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് ഒന്ന് കയറിയേ പറ്റൂ. പത്രോസിൻ്റെ പിമ്പിലെ ധൈര്യത്തിൻ്റെ റീസൺ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അയാളുടെ മേൽ വെളിപ്പെട്ട അഭിഷേകമാണ്. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ശ്രോതാക്കളായ പ്രിയമുള്ളവരോട് ഒരു ദൂത് ഞാൻ പറയുന്നു. ഒരു ദൂത് പറയുന്നു. ആ അഭിഷേകം നമ്മുടെ അഡ്രസ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകം നമ്മുടെ നിലവാരം ചേഞ്ച് ചെയ്യും. അഭിഷേകം നമ്മുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യും. അഭിഷേകം നമ്മുടെ ഭാവി ചേഞ്ച് ചെയ്യും. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരിക്കൽ കൂടെ ആമേൻ. പത്രോസിന്റെ ഈ ധൈര്യത്തിന്റെ പിമ്പിലെ റീസൺ അഭിഷേകമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, എൻ്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് ഞാൻ വന്നു കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്കൂ. പത്രോസ് പറയുന്നു, മറ്റൊരുത്തലും എന്തോ ഇല്ല, രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുന്ന ആ വാക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമല്ലയോ? ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? ആ വാക്യം ഒരുമിച്ചൊന്ന് പറയാൻ പറ്റുമോ? 10,000 പേര് കൂടിയേക്കുന്ന ഈ സദസ്സിനകത്ത് അതരങ്ങളെ തുറന്ന് എല്ലാവരും ആ വാക്ക് പറഞ്ഞാൽ ആ വാക്കിനകത്ത് വ്യാപരിക്കുന്നൊരു ശക്തി കൊണ്ട് അത് ഈ ദേശം മൊത്തം കറങ്ങും. പറ മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഒന്നുകൂടെ പറ, ഏകനാമോ. പറ ഏകനാമോ. അത് യേശുവാണ്. വ്യാപരികയുടെ ദൈവശക്തി രക്തത്താൽ ജയം. ഇനി കാലഘട്ടം അധികമില്ലെന്ന്. അടുത്ത വർഷം ചെറുവക്കൽ കൺവെൻഷൻ കാണുമെന്ന് ഇവിടെ ആർക്കും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. മേഘങ്ങളെ വാഹനമാക്കി കാകളനാഥത്തിന്റെ ശബ്ദത്തിന്റെ അഹമടിയോട് കൂടെ പ്രാണനാഥൻ വന്നുകൂടാ എന്നില്ല. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയം പോകുന്നു. ഞാൻ വേഗത്തില് എന്തുകൊണ്ടാണ് പത്രോസ് അത് പറഞ്ഞത് എന്ന് നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് പറയാണ്, മറ്റൊരുത്തിലും എന്തോ ഇല്ല, രക്ഷയില്ല. ഞാൻ ഇത് ഈ മെസ്സേജ് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും ആദ്യമായിട്ട് പ്രസംഗം കേൾക്കുന്നവനും ഇതിൻ്റെ പിമ്പിലും മർമ്മം മനസ്സിലാകത്തക്ക നിലയിൽ ഒരു കൊച്ചു ഭാവന പോലെ ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനാണ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി ആ കാര്യമെല്ലാം ഉയർത്തി ഒരു സ്തോത്രം കൂടെ പറയണം. സ്തോത്രം. ഒരിക്കൽ സ്വർഗത്തിലൊരു കൊച്ചു കോൺഫറൻസ്. എന്നോട് പറയണേ, ബൈബിളിനകത്തുള്ള കാര്യമല്ല, എൻ്റെ ഭാവനയാണ്. പാതി ഉറക്കത്തിൽ ഈ സാധനം കേട്ടിട്ട് എവിടാ മാസ്റ്ററെ കോൺഫറൻസ് എന്ന് പറഞ്ഞ് യോഗം കഴിയുമ്പോൾ വരരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാവനയാണ്, ബൈബിളിനകത്തുള്ള കാര്യം അല്ല. സ്വർഗത്തിലൊരു കൊച്ചു കോൺഫറൻസ്. ആകെ 3 പേരേ ഉള്ളൂ. 1 പിതാവാം ദൈവം, 2 പുത്രനായ യേശു, 3 പരിശുദ്ധാത്മാവ്. ഇങ്ങോട്ട് നോക്കും, 3 പേര് മാത്രമുള്ളൊരു കൊച്ചു കോൺഫറൻസിലോട്ട് യേശു ക്രിസ്തു വന്ന് കയറിയിട്ട് ചോദിച്ചു, അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടായി കോൺഫറൻസ് ആയിട്ട് ഇവിടെ കൂടിയത്? ഇതിന് മുമ്പ് നമ്മൾ കോൺഫറൻസ് ആയിട്ട് ഒരിക്കലൊന്ന് കൂടിയായിരുന്നു. അത് നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ കൂടിയിട്ടില്ല. ഈ കോൺഫറൻസിൻ്റെ പിമ്പിലെ ഉദ്ദേശം എന്തുവാ? ഉടനെ പിതാവാം ദൈവം പറഞ്ഞു, കുഞ്ഞേ, ഈ കോൺഫറൻസിൻ്റെ പിമ്പിലെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ. അന്ന് നാം ഒരുമിച്ച് കൂടി നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും ഉണ്ടാക്കിയ മനുഷ്യൻ നമ്മെ വെട്ടിങ്ങനെ അകന്നകന്നകന്ന് പോകുന്നത് കൊണ്ട്, കേൾക്കൂ, നമ്മളെ വെട്ടിങ്ങനെ പാപം ചെയ്ത് അകന്നകന്നകന്നകന്ന് പോകുന്നത് കൊണ്ട് ഈ അകന്ന് പോകുന്ന മനുഷ്യനെ നമ്മിലേക്ക് അടുപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതികളുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കോൺഫറൻസ് ആയിട്ട് ഇവിടെ കൂടി വരുന്നത്. ടോപ്പിക്ക് മനസ്സിലായോ? അകന്നു പോകുന്ന മനുഷ്യനെ അടുപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് ചിന്തിക്കാനായി കോൺഫറൻസ്. അപ്പം യേശുവിൻ്റെ ചോദ്യം, ആട്ടപ്പാ, ഈ അകന്നു പോകുന്ന ആൾക്കാർ അടുത്തോട്ട് വരാൻ വേണ്ടി അങ്ങ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തായിരുന്നോ? ഉടനെ പിതാവിൻ്റെ മറുപടി, ഞാൻ ചെയ്തായിരുന്നു. കാരണം ഇവർ പാപം ചെയ്താണ് അകന്നത്. അകലാനുള്ള കാരണം എന്താണ് പാപം, എന്തല്ല പാപം എന്നവർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അകന്ന് പോകാതെ അടുത്ത് നിൽക്കാൻ വേണ്ടി ഞാൻ ആദ്യം അവർക്ക് പാപത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തു. ന്യായപ്രമാണം മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണം. അത് ചെയ്താൽ പാപം. കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിച്ചാൽ പാപമാണ്. ഇവൻ കൊലപാതകം പാപമാണ്. വ്യഭിചാരം പാപമാണ്. മോഷണം പാപമാണ്. എന്നോട് നിങ്ങൾ വരണേ, ഇത് പാപമാണെന്ന് ഇവർക്ക് അറിയത്തില്ലാത്ത കൊണ്ട് ഇഷ്ടം പോലെ അവർ ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് പാപമാണ്, ഇത് പാപമല്ല എന്നിങ്ങനെ പാപത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തു. അപ്പം യേശു പറയാണ്, അതെന്തായാലും നന്നായി. കാരണം പാപം അറിയാത്തതുകൊണ്ടല്ലേ ഇവർ പൊക്കോണ്ടിരുന്നത്. അപ്പം പാപത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തത് നന്നായി. എല്ലാവരും നേരെ വന്ന് കാണുമോ ഇല്ലയോ? ഉടനെ പിതാവിൻ്റെ മറുപടി, എവിടെ നേരെ വരാൻ? ഇന്നലെ വരെ അറിയാതെ പാപം ചെയ്തു, ഇന്ന് തൊട്ട് പറ
10 മണിക്ക് യോഗത്തിന് വരണമെന്ന് സകല ആൾക്കാർക്കും അറിയാം. പക്ഷേ 10:30 വരൂ. അറിയാത്ത കൊണ്ടല്ല, അങ്ങനെ വരൂ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഇന്നലെ വരെ അറിയാതാണ് അവർ പാപം ചെയ്തത്. ഇന്ന് തൊട്ട് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ തുടങ്ങി. ന്യായപ്രമാണം ഒരാൾ പോലും നിവർത്തിച്ചില്ല. പാപത്തിൻ്റെ പരിജ്ഞാനമല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമായതുകൊണ്ട് ഒറ്റൊരാൾക്ക് പോലും അത് പ്രമാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം യേശുവിൻ്റെ ചോദ്യം, ന്യായപ്രമാണം കൊണ്ട് വലിയ ഗുണമുണ്ടായില്ല. അപ്പം അടുത്ത ചോദ്യം, അപ്പം ന്യായപ്രമാണം കൊണ്ട് ഗുണമുണ്ടായില്ല, വേറെന്തെങ്കിലും ചെയ്തായിരുന്നോ? പിതാവിൻ്റെ മറുപടി, പിന്നെ ഇവർ ഈ പാപം ചെയ്ത് അകന്നകന്ന് പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മോനെ ആകെ പാപം ചെയ്യാൻ പാടില്ല. ഇനി അബദ്ധത്തിലെങ്ങാനും ഒന്ന് വന്നാൽ വിട്ടു പോകണ്ട. പിന്നെ ഒരു കുറുമ്പ്രാവിനെ യാഗമാക്കിയത് ഞാൻ എന്ത് ചെയ്തോളാം, ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞോട്ടെ ഞാൻ അവർക്ക് യാഗങ്ങൾ കൊടുത്തു. അപ്പോൾ യേശുവിൻ്റെ ചോദ്യം, അത് നന്നായി. വല്ല പാപം ചെയ്തു പോയാൽ ഒരു ആടിനെ യാഗമാക്കണേ മടങ്ങി വരാമല്ലോ. സ്വത്രം, അത് നന്നായി കേട്ടോ. ഉടനെ എന്നിട്ട് ചോദിച്ചു, ആട്ടെ യാഗം കൊണ്ട് ഗുണമായോ? പിതാവിൻ്റെ മറുപടി, എവിടെ ഗുണമുണ്ടാവാൻ? കാശുള്ളവർ ആദ്യമേ വലിയൊരു കൂട് മേടിച്ചു, എന്നിട്ട് അതിനകത്തോട്ട് കുറേ പ്രാവിനെ വളർത്താൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? എന്തിനാണെന്നറിയാമോ? പാപം ചെയ്യുക, പ്രാവിനെ പിടിക്കുക, പിന്നെയും പാപം ചെയ്യുക, പിന്നെയും പ്രാവിനെ പിടിക്കുക. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു പ്രാവിനെ യാഗമാക്കാൻ കാശുണ്ടെങ്കിൽ ആരുടെയും അനുവാദമില്ലാതെ അവർക്ക് എന്തോ ചെയ്യാം, പാപം ചെയ്യാം. എന്ന് പറഞ്ഞാൽ മടങ്ങി വരവിന് വേണ്ടി ദൈവം കൊടുത്ത ഈ പ്രമാണം അവരുപയോഗിച്ചത് മടങ്ങി വരവിന് വേണ്ടിയിട്ടല്ല, പിന്നെ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആക്കി മാറ്റിക്കഴിഞ്ഞു. യേശുവിൻ്റെ ചോദ്യം, അപ്പം യാഗം കൊണ്ട് ഗുണമായില്ലല്ലയോ? പിതാവിൻ്റെ മറുപടി, കുറേ മൃഗങ്ങൾ ചത്തതല്ലാതെ ഒറ്റയാളെ പോലും ആത്യന്തികമായി ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ യാഗങ്ങൾക്ക് പറ്റിയില്ല. യേശുവിൻ്റെ അടുത്ത ചോദ്യം, അപ്പം പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഉടനെ പിതാവിൻ്റെ മറുപടി, പിന്നെ ഞാൻ ഈ യാഗങ്ങൾ നടത്താൻ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലയോ, യാഗം നടത്താൻ പുരോഹിതന്മാരെ കൊടുത്തു. യേശുവിൻ്റെ ചോദ്യം, ആട്ടെ പുരോഹിതന്മാരെ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? പിതാവിൻ്റെ മറുപടി, എവിടെ ഗുണമുണ്ടാകാൻ? ഞാൻ കൊടുത്ത ഒരു പുരോഹിതൻ്റെ പേരാണ് ലേവി. ഇങ്ങോട്ട് നോക്കൂ, സ്തോത്രം, ഏലി. 40 കൊല്ലം പുള്ളിക്കാരി യാഗം നടത്തിയെങ്കിലും സ്വന്തം പിള്ളേരെ പോലും നേടാൻ പറ്റിയില്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. മാറി മാറി വീശി മൃഗങ്ങളെ കൊന്നു കൂട്ടിയതല്ലാതെ തലമുറകളെ പോലെ ആത്യന്തികമായി പിതാവിൻ്റെങ്കിലേക്ക് അടുപ്പിക്കാൻ പഴയ നിയമത്തിലെ ഒരൊറ്റ മനുഷ്യന് കഴിഞ്ഞില്ല. മനസ്സിലാകുന്ന എത്ര ദൈവമക്കളുണ്ട്? ചേർന്ന് ഒരിക്കൽ കൂടെ കരം ഉയർത്തി ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ പറ്റൂ. അർത്ഥം എന്നാ? പുരോഹിതന്മാരെ കൊണ്ട് ആത്യന്തികമായി ഒരാളെ നേടാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിൻ്റെ അടുത്ത ചോദ്യം, അപ്പാ പുരോഹിതന്മാരെ കൊടുത്തിട്ട് നന്നായില്ലല്ലയോ? ഇല്ല. ആട്ടെ മറ്റെന്തെങ്കിലും ചെയ്തായിരുന്നോ? പിതാവിൻ്റെ മറുപടി, ചെയ്തു. ഞാൻ അവർക്ക് ന്യായാധിപന്മാരെ കൊടുത്തു, 14 എണ്ണത്തെ കൊടുത്തു. യേശുവിൻ്റെ ചോദ്യം, ആട്ടെ ന്യായാധിപന്മാരെ കൊണ്ട് വല്ല ഗുണവും ഉണ്ടായോ? പിതാവിൻ്റെ മറുപടി, നിങ്ങൾ വിട്ടുപോകരുതേ, ആ കോൺഫറൻസില്ല. പിതാവിൻ്റെ മറുപടി, എവിടാ കുഞ്ഞേ? ഞാൻ കൊടുത്ത ന്യായാധിപന്മാരിൽ പ്രധാനപ്പെട്ട ഒരുത്തിൻ്റെ പേരുണ്ട്, ശിംശോൻ എന്നാണ്. അഭിഷേകം ഇങ്ങോട്ട്, ആത്മാവ് ഇങ്ങോട്ട് വരുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ് കൊന്നു കൂട്ടും. ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാ. ഓടുന്ന കണ്ട അവർക്ക് യോഗത്തിന് പോവല്ല, ഡൽഹിയുടെ വീട്ടിലേക്ക് പോകുന്ന പോക്കാ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹെക്തത്താല് ചെയ്യാം. അപ്പോൾ അർത്ഥം പഴയ നിയമത്തിൽ ജനത്തിൻ്റെ മടങ്ങി വരവിന് വേണ്ടി യമൻ ന്യായപ്രമാണം കൊടുത്തു, ഗുണപ്പെട്ടില്ല. യാഗങ്ങൾ കൊടുത്തു, ഒരാളെ പോലും മടക്കി വരുത്താൻ കഴിഞ്ഞില്ല. പുരോഹിതന്മാരെ കൊടുത്തു, ഒരാളെ പോലും മടക്കി വരുത്താൻ കഴിഞ്ഞില്ല. ന്യായാധിപന്മാരെ കൊടുത്തു, 14 പേര് മാറി മാറി ഭരിച്ചെങ്കിലും ആത്യന്തികമായി ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ അവരെ കൊണ്ട് ഒറ്റയാളെ കൊണ്ടുപോലും കഴിഞ്ഞില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. യേശുവിൻ്റെ ചോദ്യം, അപ്പം അടുത്ത് കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്തായിരുന്നോ? പിതാവിൻ്റെ മറുപടി, ന്യായാധിപന്മാരെ കൊണ്ട് നടക്കാത്തത് കൊണ്ട് ഞാൻ അവർക്ക് രാജാക്കന്മാരെ കൊടുത്തു. ഞാൻ കൊടുത്ത 1ാമത്തെ രാജാവിൻ്റെ പേര് ശൗല്. യേശുവിൻ്റെ ചോദ്യം, വല്ല ഗുണമുണ്ടായോ? പിതാവിൻ്റെ മറുപടി, എവിടെ ഗുണമുണ്ടാകാൻ? 2 കൊല്ലം ആത്മാവിൽ ഭരിച്ചു, 38 കൊല്ലം ദുരാത്മാവിൽ ഭരിച്ചു. 2 കൊല്ലം ആത്മാവിൽ ഭരിച്ചു, 38 കൊല്ലം ദുരാത്മാവിൽ. അർത്ഥം എന്നാ? 40 കൊല്ലം ഭരിച്ചു, ഒരാളെ നേടാൻ പറ്റിയില്ല. ഞാൻ കൊടുത്ത 2ാമത്തെ രാജാവിൻ്റെ പേര് സ്തോത്രം ദാവീദ്. ഇവിടെ നോക്കി, തുടങ്ങിയ സമയത്ത് ഗ്ലോറിയൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത്. എൻ്റെ പൊന്നുകർത്താവേ, കാട്ടിക്കിടന്ന ആളായിരുന്നു, ആടുമേയ്ക്കുന്ന ആളായിരുന്നു, എന്നെ നീ കണ്ടെത്തിയല്ലോ ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളിക്കാരൻ തുടങ്ങിയത്. 150 സങ്കീർത്തനത്തിൽ ഭൂരിഭാഗ സങ്കീർത്തനം എഴുതിയ ആളാ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഓടിപ്പോകുമ്പോൾ പാട്ട്, സ്തോത്രം. ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോൾ പാട്ട്. ഒത്തിരി യാഗങ്ങളും ഒത്തിരി യോഗങ്ങളും ഒക്കെ നടത്തിയ ആളാ. പക്ഷേ ഒരാളെ പോലും പിതാവിൻ്റെ അടുക്കിലേക്ക് ആത്യന്തികമായി
സ്വന്തമായി നേടാൻ ദാവീദിന് പറ്റിയില്ല. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കൊടുത്ത മൂന്നാമത്തെ രാജാവിൻ്റെ പേര് യേശു പറഞ്ഞു, അതാരാ? ശലോമോൻ. പറയണ്ടല്ലോ അല്ലയോ? 40 കൊല്ലം പുള്ളിക്കാരനെ ഇസ്രായേൽ ഭരിച്ചു. 40 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ 2 ഗ്രൂപ്പായി. 9 ഗോത്രം മൂത്ത ഭാര്യയുടെ കൊച്ചിന്, 2 ഗോത്രം രണ്ടാമത്തെ ഭാര്യയുടെ കൊച്ചിന്. ചുരുക്കം പറഞ്ഞാൽ രാജാക്കന്മാർ മാറി മാറി ഭരിച്ചിട്ടും ഒരൊറ്റ ഒരു മനുഷ്യനെ പോലും ആത്യന്തികമായി ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ അടുത്ത ചോദ്യം, രാജാക്കന്മാരെ കൊണ്ട് കഴിഞ്ഞില്ല അല്ലയോ? പിന്നെ അടുത്ത കാര്യം എന്തെങ്കിലും ചെയ്തോ? പിതാവിൻ്റെ മറുപടി, രാജാക്കന്മാരുടെ കാലത്ത് ഞാൻ അവർക്ക് വലിയ പ്രവാചകന്മാരെ കൊടുത്തു. ഇങ്ങോട്ട് നോക്കൂ, പാപത്തിൻ്റെ കണക്ക് പറയുന്ന വലിയ പ്രവാചകന്മാരെ കൊടുത്തു. യെശയ്യാവ്, ഇരമ്യാവ്, യഗസ്കേല്, ദാനിയേല്. യേശുവിൻ്റെ ചോദ്യം, ആട്ടെ അത്രയും പേരെ കൊടുത്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? പിതാവിൻ്റെ മറുപടി, എന്തോ ഗുണമുണ്ടാവാൻ, നല്ലത് പറഞ്ഞവർക്കെല്ലാം കൊടുത്തത് പൊട്ടക്കുഴിയാ. യെശയ്യാവിന് പൊട്ടക്കുഴി, ഇരമ്യാവിന് പൊട്ടക്കുഴി. ഇങ്ങോട്ട് നോക്കൂ, യഗസ്കേലിന് പൊട്ടക്കുഴി, ദാനിയേലിന് പൊട്ടക്കുഴിയല്ല, ദാനിയേലിന് സിംഹത്തിന്റെ കുഴി. കാരണം എന്നാ? ആ സമയത്ത് പൊട്ടക്കുഴിയകത്ത് മൊത്തം സിംഹം വളർത്താൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? സിംഹത്തിന്റെ കുഴി. അർത്ഥം ഇത്രയേ ഉള്ളൂ, പ്രവാചകന്മാർ വലിയവരെ കൊടുത്തു. ഒരാൾ കരഞ്ഞു പറഞ്ഞു മടങ്ങി വാ, ഒരാൾ അധികാരത്തോടെ പറഞ്ഞു മടങ്ങി വാ. 66 അധ്യായം, 54 അധ്യായം, 51 അധ്യായം, 12 അധ്യായമൊക്കെ തലങ്ങും വിലങ്ങും പ്രവചിച്ചിട്ടും ആത്യന്തികമായി ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാൻ കാലാകാലത്തിൽ ഒരാൾക്ക് പോലും പറ്റിയില്ല. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ ചോദ്യം, അപ്പ വലിയ പ്രവാചകന്മാരെ കൊണ്ട് നടന്നില്ലല്ലയോ? അല്ല. പിന്നെന്തേലും ചെയ്തായിരുന്നോ? യേശുവിൻ്റെ പിതാവിൻ്റെ മറുപടി, ചെയ്തു. പിന്നെ ഞാൻ അവർക്ക് കൊച്ചു പ്രവാചകന്മാരെ കൊടുത്തു, ഒരു 12 പേര് ഇല്ലേ? യോവേൽ, ആമോസ്, ഓബദ്യ, യോന, മീഖ, നാഗ്, ഒരു 12 പേരെ കൊടുത്തു. യേശുവിൻ്റെ ചോദ്യം, ആട്ടെ ഈ 12 പേരെ കൊടുത്തിട്ട് വല്ല ഗുണമുണ്ടായോ? പിതാവിൻ്റെ മറുപടി കേൾക്കണോ? ഇന്നോവയിൽ പോയി പ്രസംഗിച്ചവനെ മൈൻഡ് ചെയ്തില്ല, പിന്നെ ആ സൈക്കിളായി പോയി പ്രസംഗിച്ചവനെ. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. 66 അധ്യായം പ്രസംഗിച്ചവനെ മൈൻഡ് ചെയ്തില്ല. പിന്നെ യോന 3 സ്തോത്ര, യോന 4, നാഗ് 3 സ്തോത്രം. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഇത്രയും പ്രവചിച്ചിട്ടും യുവന്മാര് മടങ്ങി വന്നില്ല. പിന്നെ 1ഉം 2ഉം ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സമയം പോകുന്നത് കൊണ്ട്. പഴയ നിയമത്തിൽ ജനത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി 7ഓളം പദ്ധതികൾ പിതാവാം ദൈവം ചെയ്തിട്ടും ഒരൊറ്റ ഒരുത്തനെ പോലും പിതാവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾക്കോ യാഗങ്ങൾക്കോ കഴിഞ്ഞില്ല. അവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷം പറയാനുണ്ട്. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ യേശു വരേണ്ട കാര്യമില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിന് സാധിക്കാതെ പോയ കാര്യങ്ങൾ നിവർത്തിപ്പാൻ ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിന് ഇന്ന് രാത്രി കാലമുയർത്തി നന്ദിയോടെ ഒരു സ്തോത്രം എന്ന് പറയാം. നടന്നില്ലെന്ന് ഞാൻ പറയുന്നത് ചുമ്മാതല്ല. 2 എവിഡൻസ്, 2 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ പ്രസന്റ് ചെയ്യാം. ഒന്ന്, പഴയ നിയമത്തിന്റെ സമാപന പുസ്തകം, സമാപന അധ്യായം, സമാപന വാക്യങ്ങൾ. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ലാസ്റ്റ് പുസ്തകം, ലാസ്റ്റ് അധ്യായം, ലാസ്റ്റ് വാക്യങ്ങൾ. യെസ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും. ഒരു പ്രമാണം, ഒരു നിയമം അവസാനിപ്പിക്കുന്ന വാക്ക് കേട്ടോ നിങ്ങൾ. ഒരു നിയമം അവസാനിപ്പിക്കുന്ന വാക്കാ. സ്തോത്രം, സ്തോത്രം. യഹോവയുടെ, ഇവിടെ നോക്കൂ, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ ഏലിയാ പ്രവാചകനെ അയക്കും. അടുത്ത വാക്യം, ഞാൻ വന്ന്, ഇവിടെ നോക്കൂ, ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശാപം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കാൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പുരോഹിതന്മാരും ഇഷ്ടം പോലെ യാഗങ്ങളും ഇഷ്ടം പോലെ പ്രമാണങ്ങളും കൊടുത്തിട്ടും ഒരാളെ പോലും നേടാൻ പറ്റിയിട്ടില്ല. സമാപന വാക്യത്തിൽ ഇങ്ങനെ പറയുക, ഞാൻ വന്നാൽ ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കും. മനസ്സിലാകുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഒരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ തെളിവായി പ്രസന്റ് ചെയ്യുന്നു. 49-ാം സങ്കീർത്തനം എടുക്കും പ്ലീസ്. 49-ാമത്തെ സങ്കീർത്തനം 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം പ്ലീസ്. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ, ഇവിടെ നോക്കൂ, ശ്രദ്ധിച്ചു വാക്യം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്. അടുത്ത വാക്യം, വീണ്ടെടുപ്പാനും സഹോദരനെ വീണ്ടെടുപ്പാനും ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനും, ദൈവത്തിന് അവന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനും
ആർക്കും കഴിയില്ല. വാക്യം കേട്ടോ, നിങ്ങൾ വാക്യം കേട്ടോ, ആർക്കും കഴിയില്ല. അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ഇങ്ങോട്ട് നോക്കൂ, വിലയേറിയത്. സ്തോത്രം. അടുത്ത വാക്ക് സ്വല്പം ഗൗരവമുള്ളതാ, വായിച്ചോ. ഒരു നാളും സാധിക്കില്ല. ന്യായപ്രമാണം സുല്ലിട്ട് പറഞ്ഞു അതൊരു നാളും നടക്കില്ല എന്ന് പറഞ്ഞ നരകത്തിലേക്ക് പോകുന്നവനെ വില കൊടുത്തു വാങ്ങി നിത്യതയിൽ വെക്കാൻ വില കൂടുതലായതുകൊണ്ട് വില കൊടുക്കാൻ നിവൃത്തിയില്ല, വില കൂടുതല. അതുകൊണ്ട് അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണം പറഞ്ഞു നടക്കില്ല. ഇനി നിത്യതയുടെ വാതിൽ ഇവരുടെ മുമ്പാകെ തുറക്കാൻ പരിപാടി നടക്കില്ല. കാരണം വില കൂടുതലാണ്. സ്തോത്രം. ഇപ്പം യേശു ആ കോൺഫറൻസിൽ നിന്നോണ്ട്, ഇങ്ങോട്ട് നോക്കി, ആ കോൺഫറൻസിൽ നിന്നോണ്ട് യേശു ചോദിച്ചു, അപ്പം ഇനി ഇവരെ നമുക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റത്തില്ലയോ? അപ്പം ഇവരെല്ലാം നരകത്തിലോട്ട് പോവാന്നോ? അപ്പം രക്ഷയുടെ മാർഗ്ഗമില്ലയോ? ഉടനെ പിതാവിൻ്റെ മറുപടി ആ കോൺഫറൻസിൽ വെച്ച്, അല്ലല്ല, അങ്ങനെ നരകത്തിൽ വിടുകയല്ല, ഇവരെ നമുക്ക് മടക്കിയെടുക്കാൻ ഒരു വഴിയുണ്ട്, ഏക വഴി, ഒറ്റ വഴി. ഏതെന്നറിയാമോ? നമ്മിലൊരാൾ മനുഷ്യനായി ഭൂമിയിലോട്ട് ചെല്ലുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മിലൊരാൾ മനുഷ്യനായി ഭൂമിയിലോട്ട് ചെല്ലുക. പോകുന്ന വ്യക്തി ആരാണെങ്കിലും അദ്ദേഹം 33.5 കൊല്ലം താമസിക്കണം. 3.5 കൊല്ലം കഴിയുമ്പോൾ യഹൂദന്മാർ പോകുന്ന ആളെ പിടിക്കും. റോമ ഗവൺമെന്റ് പോകുന്ന വ്യക്തിയെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കുക മാത്രമല്ല, 1 കുറയ 40 വട്ടത്തടി പോകുന്ന വ്യക്തിയുടെ പുറത്ത് അവരടിക്കും. ആ പുറം ഉഴവ് ചാല് പോലെ അവരടിച്ച് കീറും. പോകുന്നത് ആരാണോ അദ്ദേഹത്തിന്റെ പുറം ഉഴവ് ചാല് പോലെ അവർ ചാട്ട കൊണ്ട് അടിച്ചു പൊളിക്കും. തീർന്നിട്ടില്ല. കേപതയുടെ കലിത്തളത്തിൽ കൈ രണ്ടും ചേർത്ത് പിടിച്ചിട്ട് മുഖത്തെ രോമങ്ങൾ, റോമൻ നാണയത്തൊട്ടുകൊണ്ട് പോകുന്ന വ്യക്തിയുടെ രോമങ്ങൾ അവര് വലിച്ചു പറിച്ചെടുക്കും. തീർന്നിട്ടില്ല. ആ രോമം വലിച്ചു പറിക്കുമ്പോൾ അതിനകത്തൂടെ രക്തം വരും. രക്തം കണ്ടാൽ അറപ്പ് മാറാത്ത റോമൻ പടയാളികൾ മുഖത്തോട്ട് കാർക്കിച്ചു തുപ്പും. പോകുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന്റെ മുഖത്ത് രക്തവും തുപ്പലും മിക്സ് ചെയ്തിരിക്കും. സ്തോത്രം. തീർന്നിട്ടില്ല. പോകുന്ന വ്യക്തിയുടെ തലയിൽ നീളമുള്ള ഒരു മുൾമുടി കൊണ്ടുവന്ന് തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് പോകുന്ന ആളിന്റെ തലമേൽ അത് അടിച്ച് അവർ ഉറപ്പിക്കും. അതുകൊണ്ട് തീർന്നിട്ടില്ല. സ്തോത്രം. കണ്ണ് കെട്ടിയിട്ട് കന്നത്തടിച്ചിട്ട് പോകുന്ന വ്യക്തി ആരാണോ പ്രവചിക്ക എന്ന് പറഞ്ഞ് പോകുന്ന വ്യക്തിയെ പരിഹസിക്കും. യേശു ചോദിച്ചു, അതുകൊണ്ട് തീർന്നോ? പിതാവിന്റെ മറുപടി, അതുകൊണ്ട് തീരുകയല്ല കുഞ്ഞെ, അവിടെ തുടങ്ങുക. ഹല്ലേലൂയ. ഗേപതയിൽ അടിക്കൊള്ളാവുന്നതിന്റെ മാക്സിമം അടിച്ചതിന് ശേഷം പുറത്ത് ഒഴുകി വരുന്ന രക്തം പുറത്ത് കാണാതിരിക്കാൻ ഒരു രക്താംബരം ധരിപ്പിക്കും. സ്തോത്രം. യേശുവിന്റെ ചോദ്യം, അതുകൊണ്ട് തീർന്നോ? ഇല്ല. അടി കഴിഞ്ഞിട്ട്, പരിഹാസങ്ങൾ കഴിഞ്ഞിട്ട് അവർ ഒരു കാര്യം ചെയ്യും. ഏകദേശം 300 റാത്തൽ തൂക്കമുള്ള ഒരു കുരിശ് അവരെടുപ്പിക്കും. അത് കേപതയുടെ കൽത്തള മുതൽ കാൽവറിയുടെ കുലക്കളം വരെ പോകുന്ന വ്യക്തിയെ കൊണ്ട് അവർ ചുംബിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു ചോദിച്ചു, തീർന്നോ? തീർന്നിട്ടില്ല. ഈ കുരിശ് കൊണ്ട് പോകുമോ? പലവട്ടം പോകുന്ന വ്യക്തി വീഴുമ്പോഴെല്ലാം അവരടിക്കും. ബ്ലഡ് ഒഴുകുകയാണല്ലോ, ചുമട് ചുമന്നുകൊണ്ട് പോകുകയാണല്ലോ, എന്നാ പിന്നെ ഈ പ്രാവശ്യം അടിക്കണ്ട എന്നവർ ചിന്തിക്കില്ല. ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോ എവിടെല്ലാം വീഴുമ്പോഴെല്ലാം അവരടിക്കാൻ തുടങ്ങും. യേശുവിന്റെ ചോദ്യം, അതുകൊണ്ട് തീർന്നോ അപ്പാ? പിതാവിന്റെ മറുപടി, തീർന്നിട്ടില്ല. കൊണ്ടുപോകുന്ന കുരിശ് ഗോൽഗോഥയിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ പോകുന്ന ആളെ അവർ ആ കുരിശിലോട്ട് കിടത്തും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 6 ഇഞ്ച് നീളമുള്ള 3 ആണി എടുത്തോണ്ട് വരും. വലത് കരം ചേർത്ത് പിടിച്ച് ഈ കൈത്തണ്ടയിൽ ആണി വെച്ചിട്ട് കല്ല് പൊട്ടിക്കുന്ന ചുറ്റിക എടുത്തിട്ട് ഈ ആണിയിലോട്ട് അവർ അടിച്ച് ആണി ആ മരത്തേൽ അവർ തറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അടി ഒന്ന് സ്ലിപ്പായി പോയാൽ കൈയുടെ അസ്ഥികൾ പോലും പൊടിഞ്ഞു പോകുന്ന വേദന ഉണ്ടാവും. രക്തത്താലും ചെയ്യും. സ്തോത്രം. ആണി അടിച്ച് അവരവിടെ ഉറപ്പിക്കും. വലത് കരം ചേർത്ത് അവരവിടെ ആ കുരിശിൽ ഉറപ്പിക്കും. 2 കാലും ചേർത്ത് പിടിച്ച് ആണി അടിച്ച് ആ കുരിശിൽ ഉറപ്പിക്കും. യേശുവിന്റെ ചോദ്യം, അതുകൊണ്ട് തീർന്നോ അപ്പാ? പിതാവിന്റെ മറുപടി, തീർന്നിട്ടില്ല. പിന്നെ ആ കുരിശ് നാട്ടാൻ എടുത്തിരിക്കുന്ന കുഴിക്കകത്തോട്ട് കുരിശ് നാട്ടാൻ വേണ്ടി കുരിശിന്റെ ഇരുഭാഗത്തും കയറ് കെട്ടി കുരിശോട് ചേർത്ത് യേശുവിനെ ഇങ്ങനെ പൊക്കി ആ കുഴിലോട്ട് ഇടുമ്പോൾ പിതാവിന്റെ മറുപടി കേൾക്കണം, അസ്ഥിയുടെ ബന്ധം വിടും കേട്ടോ. പോകുന്ന വ്യക്തി ആരാണോ അദ്ദേഹം ത്വക്കിന്റെ കനത്തിൽ തൂങ്ങി ആ കുരിശിൽ കിടക്കേണ്ടി വരും. യേശുവിന്റെ ചോദ്യം അവിടെ കൊണ്ട് തീർന്നോ? പിതാവിന്റെ മറുപടി, തീർന്നിട്ടില്ല. അടിയുടെ വേദനയും
ചുമടിൻ്റെ ഭാരവുമായി പോകുന്ന വഴിക്ക് ഒരു അല്പം വെള്ളം കുടിക്കാൻ ചോദിക്കും. അവിടെ ചെല്ലുമ്പോൾ അവർ തരത്തില്ല. ഉലകത്തിലെ സകല ജലാശയവും ഉണ്ടാക്കിയ തമ്പുരാന് അവർ കൊടുക്കുന്നത് പുളിച്ച വീഞ്ഞായിരിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ചേ പറ്റൂ. യേശുവിൻ്റെ ചോദ്യം അവിടെ കൊണ്ട് തീർന്നോ? പിതാവിൻ്റെ മറുപടി തീർന്നിട്ടില്ല. ആ കുരിശിൽ കിടക്കുന്ന സമയത്ത് സ്തോത്രം, ഈ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ കൈക്കീഴ് സ്നാനപ്പെട്ട് തുടങ്ങുന്ന ഈ പോകുന്നയാള് ആ കുരിശിൽ കിടന്നിട്ട് പിതാവേ സകലവും നിവർത്തിയായെന്നൊരു വാക്ക് പറയുമോ പോകുന്ന വ്യക്തിയുടെ പ്രാണനെ ഞാൻ ഇങ്ങോട്ട് എടുക്കും. അവിടെ കൊണ്ട് തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. പിന്നെ മരിച്ചോ എന്നറിയാൻ ഒരാൾ കുന്തം കൊണ്ടുവരും. ഒരു കുത്തുകുത്തി ആ ശരീരത്തിൽ അവസാനമായി ഉള്ള ഒരു തുള്ളി ബ്ലഡ് കൂടെ അവർ ഊറ്റിയെടുക്കും. യേശുവിൻ്റെ ചോദ്യം തീർന്നോപ്പാ? ഇല്ല. അന്ന് രാത്രി അരിമത്തിലെ യോസേപ്പ് വരും. ഈ പോകുന്ന വ്യക്തിയുടെ ശരീരം അദ്ദേഹം മേടിക്കും. ആരെയും വെക്കാത്തൊരു കല്ലറയിൽ ആ രാത്രി ഈ ശരീരം കൊണ്ട് വെക്കും. യേശുവിൻ്റെ ചോദ്യം അവിടെ കൊണ്ട് തീർന്നോ? പിതാവിൻ്റെ മറുപടി തീർന്നിട്ടില്ല. മൂന്നാമത്തെ നാൾ കല്ലറയ്ക്ക് എന്ത് ശക്തിയുണ്ടോ? കാരാഗ്രഹത്തിന് എന്ത് ശക്തിയുണ്ടോ? ആണിക്ക് എത്ര ശക്തിയുണ്ടോ? റോമൻ പട്ടാളത്തിന് എത്ര ശക്തിയുണ്ടോ? അതിനെ മുഴുവൻ പൊട്ടിച്ച് പോകുന്ന വ്യക്തിയെ ഞാൻ ശക്തിയോടെ ഉയർത്തെഴുന്നേൽപ്പിക്കും. Praise the Lord. യേശുവിൻ്റെ ചോദ്യം തീർന്നു അവിടെ കൊണ്ട്. പിതാവിൻ്റെ മറുപടി തീർന്നിട്ടില്ല. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യൻ ദൈവപുത്രനാണെന്ന് ഉലകത്തിൽ ആര് വിശ്വസിച്ച് ആര് വാഗൊണ്ട് ഏറ്റു പറയുന്നു അവന് ഞാൻ നിത്യതയുടെ വാതിൽ തുറന്നു കൊടുക്കും. ഇന്ന് രാത്രി മനസ്സിലാകുന്ന ദൈവമക്കൾ ചേർന്ന് ഒരിക്കൽ കൂടെ ശക്തിയോടെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. യേശുവിൻ്റെ ചോദ്യം, അപ്പ ഇനി ഈ ലോക പാപത്തിലേക്ക് പോകുന്ന നരകത്തിലേക്ക് പോകുന്ന ആൾക്കാർക്ക് നിത്യതയിലോട്ട് കയറി വരാൻ വേണ്ടി ഈ ഒരു വഴിയേ ഉള്ളോ അപ്പ? വേറെ വഴിയൊന്നും ഇല്ലേ അപ്പ? പിതാവിൻ്റെ മറുപടി, കുഞ്ഞെ ഇനി ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഈ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. ഇത് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്തപ്പോഴുണ്ടല്ലോ ആ കോൺഫറൻസിൽ നിന്ന് എൻ്റെ കർത്താവ് പതുക്കെ എഴുന്നേറ്റിട്ട് പറയാണ്, ഇവരെ നേടാൻ അങ്ങനെ ഒരു ത്യാഗമരണം സംഭവിച്ചെങ്കിൽ അത് സംഭവിക്കാൻ ഒരാൾ വേണമെങ്കിൽ അതിന് പോകാൻ ഞാൻ റെഡിയാ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടി മേടിക്കാൻ ഞാൻ റെഡിയാണ്. തുപ്പലേൽക്കാൻ ഞാൻ റെഡിയാണ്. ക്രൂശ് മരണത്തിന് ഞാൻ റെഡിയാണ്. മഹിമകൾ വിട്ട് നമ്മളെ തേടി ഇറങ്ങി വന്ന് ക്രിസ്തുവിന്റെ സ്നേഹമോർത്താൽ ഇന്ന് രാത്രി എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഭയമില്ലാതെ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്യാൻ കാരണം എൻ്റെ യേശുവിൻ്റെ സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ കരുത്തുള്ള എത്ര ദൈവമക്കളുണ്ട്? നീ ഇന്ന് രാത്രി അനുഭവിക്കുന്ന സ്വസ്ഥതയുടെ പിന്നിലെ റീസൺ എൻ്റെ യേശു ഇറങ്ങി വന്നത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി മനസ്സിലാക്കാൻ കരുത്തുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഒരിക്കൽ കൂടെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കേ. താങ്ക് യു ജീസസ്. കർത്താവേ, അങ്ങനെ ഒരാൾ ഇറങ്ങിപ്പോയാൽ ഇവരെ നേടാൻ കഴിയുമോ? പിതാവിൻ്റെ മറുപടി, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ നേടാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ത്യാഗമേക്കാൻ ഞാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. ആ കോൺഫറൻസിൽ നിന്ന് എൻ്റെ കർത്താവ് എഴുന്നിട്ട് പറഞ്ഞു, കർത്താവേ അങ്ങനെയാണെങ്കിൽ ആ തുപ്പലേൽക്കാൻ ഞാൻ തയ്യാറാ. ഹലോ, അതുകൊണ്ടാണ് പണ്ട് പാട്ടുകാരനൊരു പാട്ട് പാടിയതുണ്ട്. സ്തോത്രം. സാധാരണ കർത്തൃമേശകൾക്ക് ആ പാട്ട് നമ്മൾ പാടുന്നത് ഏതാ? മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലേ ദൈവജാത. സ്തോത്രം. എങ്ങനെയാ? മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേലേ ദൈവജാത. അടുത്ത വാക്യം, നിനക്ക് ഈ വേദന വരുത്തി വെച്ചൊരു നീചൻ ഞാനല്ലോ. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞെ, എൻ്റെ വാക്കുകൾക്ക് ഞാൻ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ഇന്ന് നീ അനുഭവിക്കുന്ന സ്വസ്ഥതയ്ക്ക് കാരണം യേശുവിൻ്റെ ക്രൂശ് മരണമാണെന്ന് ഞാൻ പറഞ്ഞാൽ, നീ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ കാരണം യേശുവിൻ്റെ ക്രൂശ് മരണമാണെന്ന് ഞാൻ പറഞ്ഞാൽ, നീ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ കാരണം യേശുവിന്റെ ക്രൂശാണെന്ന് ഞാൻ പറഞ്ഞാൽ, മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് അകത്തട്ടിൽ കോതിയുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. മഹിമകൾ വെടിഞ്ഞ്, ഇങ്ങോട്ട് നോക്കൂ, മഹിമകൾ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നു. എവിടേക്കോ ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ, സ്വർഗമാകാൻ കാരണം യേശു സ്വർഗത്തിലുള്ളത് കൊണ്ടാണ്.
നരകമാകാൻ കാരണം യേശു നരകത്തിലില്ലാത്തതുകൊണ്ടാ. നരകത്തിൽ യേശു വന്നാൽ നരകവും സ്വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് നോക്കിയ സ്വർഗത്തിന്റെ സന്തോഷം ക്രിസ്തു, സ്വർഗത്തിന്റെ പ്രമോദം ക്രിസ്തു, സ്വർഗത്തിന്റെ ആനന്ദം ക്രിസ്തു, സ്വർഗത്തിന്റെ തേജസ് ക്രിസ്തു, സ്വർഗത്തിന്റെ പ്രത്യാശ ക്രിസ്തു, സ്വർഗത്തിന്റെ പ്രമോദം ക്രിസ്തു, സ്വർഗത്തിന്റെ പ്രകാശം ക്രിസ്തു, സ്വർഗത്തിന്റെ ആനന്ദം ക്രിസ്തു. ഒറ്റ വാക്കിൽ സ്വർഗം സമം. മിണ്ടിയില്ല. സ്വർഗം സമം. അനീശ്വാസ സ്വർഗത്തിൽ പോകുന്നത് ഇവിടെ കൊടുക്കുന്ന സ്വോത്രകാഴ്ചയ്ക്ക് പ്രതിഫലം വാങ്ങാനല്ല. അനീശ്വാസ സ്വർഗത്തിൽ പോകുന്നത് ഇവിടെ കൊടുക്കുന്ന സ്വോത്രകാഴ്ചയ്ക്ക് പ്രതിഫലം വാങ്ങാനില്ല. കിട്ടിയ സന്തോഷം ഇല്ല, നോ പ്രോബ്ലം. എൻ്റെ സന്തോഷം അവിടെ യേശു ഉള്ളപ്പോഴാണോ പ്രതിഫലം. ഒരേക്കാത്താല് ചെയ്യും. സാത്താനും അവന്റെ കൂട്ടർക്കും വേണ്ടി ഒരുക്കിയ നിത്യ നരകത്തിൽ ചെന്ന് അയ്യം വിളിക്കേണ്ട എന്നെ തേടി വന്ന് കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്ത് നിത്യതയിൽ അവകാശിയാക്കി മാറ്റിയ യേശു ഉള്ളപ്പോൾ എന്റെ ആ പ്രതിഫലം സന്തോഷത്തോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ. Praise the Lord. Praise the Lord. Praise the Lord. വിശുദ്ധ ബൈബിൾ പറഞ്ഞ പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എന്നെ കുറിച്ച് പുസ്തകച്ചുരുളിൽ എഴുതി വച്ചിരിക്കുന്നല്ലോ. എൻ്റെ വാക്കുകൾക്ക് കൂടെ ഞാൻ വിരാമം കുറിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കൂ. എന്തെല്ലാം കാര്യങ്ങൾ പിതാവാന്തയും പറഞ്ഞിരുന്നോ, പറഞ്ഞ കാര്യങ്ങൾ മൊത്തം അക്ഷരം പതി നിവർത്തിപ്പാൻ എൻ്റെ യേശു കർത്താവ് ഭൂമിയിൽ വന്നു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഇനി വിശുദ്ധ ബൈബിളിനകത്ത് ഒന്ന് രണ്ട് വാക്യം കൂടി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നറിയാമോ എങ്ങനെയാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതെന്ന്? വിശുദ്ധ ബൈബിളിൽ പറയുന്ന വാക്യം എങ്ങനെയാണ്? ആമേൻ. മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ആമേൻ, ശുശ്രൂഷ ചെയ്യുവാൻ. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ പറഞ്ഞ് മറുവിലയായി കൊടുക്കാൻ, വില കൊടുക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ന്യായപ്രമാണ വൈൻഡപ്പ് ചെയ്തപ്പോ തൻ്റെ സ്വന്തം രക്തം, അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുത്തിട്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി നിത്യതയ്ക്ക് അവകാശിയാക്കി വെച്ച ദൈവത്തിന്റെ സ്നേഹം എത്ര ഭയങ്കരമാണ്. ഇതറിയാവുന്ന പത്രോസ് അവിടെ നിന്ന് പറഞ്ഞ വാക്യമാണ് നമ്മൾ ആദ്യം വായിച്ചേ. മറ്റൊരുത്തിലും എന്തോ ഇല്ല. എന്താ കാരണം? പുള്ളിക്കറിയാം വേറെ റൂട്ടില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതാ യേശു പറഞ്ഞ ഞാൻ തന്നെ വഴി. പറയാമോ നിങ്ങൾക്ക്? ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം. അടുത്ത വാക്യം, ഞാൻ തന്നെ. വേറെ റൂട്ടില്ല കുഞ്ഞെ. യേശുവിനെ പ്രസന്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ചെറുവക്കൽ കൺവെൻഷന്റെ മൂന്നാമത് രാത്രിയിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഈ വിശുദ്ധ ബൈബിൾ കയ്യിൽ പിടിച്ചോണ്ട് കഴിഞ്ഞ 25 വർഷമായി ഈ പട്ടണം കേൾക്കുന്ന വാക്ക് ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുക, രക്ഷപ്പെടാൻ ഏക മാർഗം അത് യേശു മാത്രമാണ്. ഈ രാത്രി ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. Praise the Lord. അടുത്ത വർഷം യോഗമുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. ഇതൊരു പക്ഷേ നമ്മുടെ സമാപന യോഗമായിരിക്കാം. ഈ യോഗം കൊണ്ടോ ഈ നാളുകൾ കൊണ്ടോ ഒരുപക്ഷെ നിത്യതയിൽ സ്വർഗം എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ദൈവരാജ്യ പ്രവേശനം നഷ്ടപ്പെട്ടു പോകരുത്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്കും നിത്യതയുടെ വാതിൽ തുറക്കാൻ കരുത്തുള്ള സർവശക്തൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു നിമിഷം എല്ലാം കണ്ണുമടയ്ക്കാം, നമുക്കൊന്ന് എഴുന്നേൽക്കാം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട കൊച്ചു പ്രസംഗത്തിന്റെ മുമ്പിൽ നമ്മെ ഒന്ന് സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം. എവരിബഡി ക്ലോസ് യുവർ ഐസ്. എല്ലാവരും ചാടി എഴുന്നേറ്റ് കണ്ണുകളെല്ലാം നടച്ചാട്ടെ. രക്തത്താൽ ജയം. ദയവേദി ഇനി ആരും കണ്ണു തുറക്കരുത്. ഒരല്പ നിമിഷങ്ങൾ കണ്ണടച്ചാട്ട്. എന്നോട് പറഞ്ഞ സമയം തീരാൻ ചില മിനിറ്റുകൾ കൂടി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ ഇന്ന് രാത്രിയിൽ. അതിനു മുമ്പ് ആത്മനിയോഗത്താൽ ചിലർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പ്രാർത്ഥിപ്പാൻ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം കണ്ണുകളേക്ക് അടച്ചാട്ടെ. അഭിഷക്തന്മാർ അതരങ്ങളെ തുറന്നാട്ടെ. അഭിഷക്തർ അതരങ്ങളെ തുറന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് വരെ പത്രോസിന്റെ ധൈര്യം എങ്ങും കണ്ടിട്ടില്ലെങ്കിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അവന്റെ മേൽ വെളിപ്പെട്ട ശക്തി പുറം ലോകം തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വന്നതുപോലെയല്ല ചില വ്യത്യസ്തതകൾ നിന്റെ മേൽ പകരാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ തട്ടി ഒരുമിച്ച് കർത്താവിന് ഒരു അല്പ നിമിഷം സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ. കരമടിച്ച് തുടങ്ങിക്കേ. യേശുവിൻ നാമത്തിൽ ഇവിടെ നോക്കൂ.
ഇവിടെ നോക്കിക്കേ, സ്വത്രം. എത്ര പേർ ശരീരത്തിൽ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? എത്ര പേർ ശരീരത്തിൽ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? എത്ര പേർ ശരീരത്തിൽ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ഇന്ന് രാത്രി നിങ്ങത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. രക്തത്താല് ചെയ്യാം. ഒന്നെനിക്കറിയാം, നാളുകളായി വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഈ ടെന്റിനകത്തുണ്ട്. ചിലരുടെ മേലെങ്കിലും അത് അഭിഷേകമായി, രോഗസൗഖ്യമായി എൻ്റെ ദൈവം പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കണ്ണുകളെല്ലാം നടക്കണേ. ആ കണ്ണെല്ലാം നടച്ച് ഒരു പാട്ട് നമ്മൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. അത്ഭുതത്തിന്റെ സൗഖ്യങ്ങൾ കർത്താവ് ഇന്ന് രാത്രി ചെയ്യും. ഒരു നിമിഷം ചേർന്ന് ഒരു പാട്ടിന് ലൈനുകൾ ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കണം. റിബാന ശാന്തരെ ആ കരമെല്ലാം നടിക്കാമോ? എല്ലാവരും ചേർന്ന് കരമടിച്ച് ഒരു നിമിഷം റബാ സാന്തൽ കമാന. ഓ ശകലിയോടെ ചേർന്ന് കരമടിക്കാം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് എല്ലാവരും ചേർന്ന് ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാണ്. എല്ലാവരും ചേർന്ന് ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാണ്. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക്ക് ആശ്രയം. ഓഹോ, ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ജീവനർപ്പിച്ചു യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, 10,000 അതിശ്രേഷ്ഠൻ. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, 10,000 ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം ഓ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും സ്തുതിക്കും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഓ സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. ഓ സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവനെന്നെ അടച്ചു, അവനെന്നെ താങ്ങി, ദുരവരത്താൽ എന്നെ നടത്തി. ഓ ഹല്ലേലൂയ. അവനെന്നെ അടച്ചു, അവനെന്നെ താങ്ങി, ദുരവരത്താൽ എന്നെ നടത്തിയിടുന്നു. ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം ജീവിതത്തിലേക്ക് ആശ്രയമേ. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എനിക്കെത്രയാനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. നിരന്തരമായി വഴി ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, 10,000 അതിശ്രേഷ്ഠനായ. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, 10,000 അതിശ്രേഷ്ഠനവൻ. ഓ യേശുവിൻ നാമം, ഓ യേശുവിൻ നാമം ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഓ ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഓ ഞാനെന്നും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഓ ഹല്ലേലൂയ, യേശുവിൻ നാമം, യേശുവിൻ നാമം എല്ലാ നാമത്തിലും മേലായ യേശുവിൻ നാമം. സ്വർഗ്ഗങ്ങളുടെയും അധോലോകങ്ങളുടെയും മുഴങ്ങാൻ മടക്കുന്ന യേശുവിന്റെ നാമം, എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ നാമം.
Receive the power. Receive the power. Receive the power. രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമമില്ല, മറ്റൊരു നാമമില്ല, യേശുവല്ലാതെ മറ്റൊരു നാമമില്ല. ദൈവശക്തി വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പന്തൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമം, എല്ലാ നാമത്തിലും മേലായ യേശുവിന്റെ നാമം. ഓ ഹല്ലേലൂയ. ഒരു വാക്കിൽ ഞാനിത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം കണ്ണുകളേക്ക് നടക്കാമോ പ്ലീസ്? എവരിബഡി ഒരൊറ്റ സെക്കൻഡ് കണ്ണം നടച്ച് പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ആക്കുന്ന കാര്യം കൊടുക്കാമോ പ്ലീസ്? നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആക്കുന്ന കാര്യം കൊടുക്കാമോ പ്ലീസ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയൊന്ന് കൊടുത്ത്. ഇതിനകത്ത് യേശുവിൻ്റെ നാമമുണ്ട് കേട്ടോ. ഇവിടെ ഉയരപ്പെടുന്ന യേശുവിൻ്റെ നാമമാണ്. പ്രസംഗകൻ്റെ വാക്ചാതുര്യം കൊണ്ടോ അവയുടെ വാക്കുകളുടെ പെരുപ്പം കൊണ്ടൊന്നുമല്ല പരിശുദ്ധാത്മാവല്ലേ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. മഹിമ വിട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാതിരിക്കുമോ? സ്തോത്രം. കാര്യമൊന്ന് കൊടുത്തേ. കണ്ണുറച്ച് ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് തിരുമുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ദൈവമായിരുന്നവൻ മഹിമ വെടിഞ്ഞ് മനുഷ്യനായിരുന്നവൻ അത് വിട്ട് ദാസനായിരുന്നവൻ അത് വിട്ട് രൂപഗുണമില്ലാതായി, അത് വിട്ട് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടി അല്ലയോ അങ്ങ് ത്യാഗം സഹിച്ച്? അവിടുത്തെ ത്യാഗത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അങ്ങ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിന്റെ ഈ കുഞ്ഞുങ്ങളെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ ഒരാറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയെ ഈ രാത്രി ഞാൻ തുറന്നു വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. വ്യത്യസ്തതകൾ സ്വർഗം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ കൺവെൻഷനുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണർവിന്റെ നാളുകളാക്കി ഈ ദിവസത്തെ തീർക്കുന്നതിനാൽ, ഇനി അങ്ങോട്ട് തീർക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിപ്ലവകരമായ മാറ്റങ്ങൾ ദൈവം പകരണമേ. സൗഖ്യത്തിന്റെ കാര്യം സ്വർഗം അയക്കുന്നതിന് സ്തോത്രം. എൻ്റെ മനസ്സ് തുറന്ന് ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആ കാര്യങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അവസരത്തിൽ എനിക്ക് അവസരം തന്ന ബഹുമാന്യ പാസ്റ്ററോട് നന്ദി പറയുന്നു. ഒരു 2-3 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തു പ്ലീസ്. ദൈവം സഹായിക്കട്ടെ. നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ആശ്രമം പറയുന്നവരെ ദയവായി ഒരു മിനിറ്റ് നിൽക്കുക. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ 3-ാം രാത്രിയിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് നിന്റെ വചനത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം, ഇരിക്കുവാൻ തക്കവണ്ണം അവസരം നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ദൈവം, നിന്റെ വചനം കേട്ട എല്ലാവരുടെ മേലും നിന്റെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന ഒരു നല്ല ദൈവം നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മുറിഞ്ഞ കരങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഫലമേൽപ്പിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ വചനം അറിയിച്ച് നിന്റെ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രവർത്തിച്ച് താവി മറ്റൊരുത്തൻ രക്ഷയിൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു രാത്രി കൂടെ ലഭിച്ച നല്ല സന്ദർഭത്തിനായി സ്തോത്രം. സമാധാനത്തോടും സന്തോഷത്തോടും ഏറുന്ന പ്രത്യാശയോടും കൂടി നിന്റെ ജനത്തെ അയക്കുമാറാകണമേ. വരും ദിവസങ്ങളിൽ നടക്കേണ്ട കുടിവരവുകളിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ, സന്തോഷത്തോടെ. വളരെ ലാസ്റ്റ് വരെ നിന്ന് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും കൂടെ ആഹാരമുണ്ട്. ഇതുവരെയും ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങളും നടന്നതായ ആരാധനയും ശക്തമായ ദൈവവചന പ്രഘോഷണവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും വിടുതലും
സമാധാനവും നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ദയവായി കോൺടാക്ട് ചെയ്യുക. മിസ്റ്റർ സാംസി ഡാനിയൽ, ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി, ചെറുവക്കൽ PO, ആയൂർ, കൊല്ലം, കേരള. ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, 14323 ഡാറ്റൂർ ഡ്രൈവ്, ഹ്യൂസ്റ്റൺ, ടെക്സാസ്.